കഴിഞ്ഞ ചില 4 വർഷക്കാലമായിട്ട് തുടർച്ചയായി എല്ലാ തേഴ്സ്ഡേയിലും ഇവിടെ കാനഡയിൽ നിന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്കൊന്നിച്ച് പരിചയപ്പെടുവാനും ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാനും ഒന്നിച്ച് ബൈബിൾ പഠിക്കുവാനും ദൈവം നമുക്ക് അവസരങ്ങൾ തരട്ടെ. കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ അതേ ദൈവം അതിനുള്ള അവസരങ്ങളെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഇത് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചാരംഭിച്ചതിന് ശേഷം ഇവാഞ്ചലിസ്റ്റ് അനീഷ് കെ ജോസ് ചില പാട്ടുകൾ പാടി നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ ദാസനെ എനിക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, എന്നാൽ പല പ്രാവശ്യവും പവർ വിഷനിൽ കൂടെ കാണുവാനും കർത്താവിൻ്റെ ദാസനെ കുറിച്ച് അല്പമായിട്ടൊക്കെ അതേ പവർ വിഷനോടുള്ള ബന്ധത്തിൽ ഓൺലൈനിലൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായിട്ടുണ്ട്. ഇന്ന് പേഴ്സണലായിട്ട് കാണുവാനും ഒന്നിച്ച് ആയിരിക്കാനും കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ പാട്ടുകൾ ഒരു പാട്ട് പ്രത്യേകമായിട്ട് താൻ പാടുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പല പ്രാവശ്യം ഓൺ ചെയ്ത് അത് ആവർത്തിച്ച് കേൾക്കുവാനും എനിക്കിടയായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ നമ്മോട് കൂടി ഉണ്ടല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും മാടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേയോ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ വളരെ വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഈ ആഴ്ചത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ കടവിൽ. അദ്ദേഹം മാറാനാത്ത പെന്തക്കോസ്റ്റൽ ചർച്ച് എഡ്മണ്ടിൻ്റെ സീനിയർ പാസ്റ്ററാണ്. ഇന്ന് നമുക്ക് മനോഹരമായ പാട്ടുകൾ പാടിത്തന്നതായ, നമ്മളെ ദൈവത്തെ സ്തുതിപ്പാൻ പ്രേരിപ്പിച്ചതായ നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് അനീഷ് കെ ജോസ്, അതുപോലെ ധാരാളം ദൈവമക്കൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. കർത്തദാസന്മാരെ അനേകം ആളുകളുണ്ട്. നമ്മുടെ ഷാജി മധ്യ പാസ്റ്ററുണ്ട്. തങ്കച്ചൻ ആൻഡ്രൂസ് എന്ന എൻ്റെ സ്നേഹിതൻ ഒരു ദേവദാസൻ റാന്നിയിൽ നിന്നുണ്ട്. അങ്ങനെ നമ്മളുടെ അറിയിപ്പ് അനുസരിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രയോജനകരവും അനുഗ്രഹമായി തീരുന്നതിന് വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്നതായ കാര്യങ്ങൾ എന്നതാണ് നമ്മൾ സൂക്ഷ്മമായ ദിവസങ്ങളിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളത്, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ എന്നുള്ളതാണ്. ദി ഈവൻസ് ദാറ്റ് ലീഡ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഈ ക്ലാസ്സുകൾ കാരണം നിങ്ങളുടെ അറിവിൽ മാറ്റം ഉണ്ടായേക്കാം. നോട്ട് നെസസറിലി, ബട്ട് ഇറ്റ് കുഡ് ബി. ദറ്റ്സ് എ പോസിബിലിറ്റി. ഇതിൽ ഒന്നാമത്തെ കാര്യം, നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്നുള്ള വാക്യം ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്യുന്നതാണ്.
ഇപ്പൊ പെട്ടെന്ന് നമ്മൾ എടുത്തിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാ കർത്താവ് വരുന്ന അറിയത്തില്ല, യാതൊരു പിടിയും കിട്ടത്തില്ല. എത്ര നോക്കിയാലും എപ്പോൾ വരും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയയും കിട്ടത്തില്ല. അവൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. ആ പറഞ്ഞ കാര്യം ഞാൻ 100% അങ്ങനെ തന്നെ എടുക്കുന്നു. നമ്മൾ 100% എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കർത്താവ് എപ്പോഴും വരുന്നതിനെ പറ്റി യാതൊരു ധാരണയും വേണ്ട എന്നുണ്ടെങ്കിൽ തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ, സയൻസ് താൻ പറയരുതായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും അതിനുശേഷം വിശുദ്ധ അപ്പോസ്തലന്മാരും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെന്ന് XYZ എഴുതിയിട്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, സാറിനൊരു കണക്ക് പറയാമോ, എത്ര കാര്യങ്ങളാണ് കർത്താവിൻ്റെ വരവിൻ്റെ സയൻസ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, വെൽ ഐ ക്യാൻ സേ 18 കാര്യങ്ങളെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളായി നമ്മൾ കാണേണ്ടത്. അപ്പം ഇനി നോക്കിക്കോണം, അതിൽ ഏതൊക്കെ ഇതിനോടകം ഫുൾഫില്ലായി, 1. 2, ഇപ്പോഴേതൊക്കെ ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. 3, ഇനി ഏതെല്ലാം ഫുൾഫിൽഡ് ആകാനുണ്ട്. ഏതെല്ലാം നിവൃത്തിയായി, ഇപ്പോഴേതൊക്കെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഏതൊക്കെ ഫുൾഫിൽഡ് ആകാനുണ്ട്. ഈ ഒരു ധാരണയാണ് ദൈവമക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിവെന്ന് പറയുന്നത്. കാരണം ഇതില്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ലക്ഷ്യബോധമില്ലാത്ത ആളുകളെ പോലെ നമ്മളായിപ്പോകും. ബിക്കോസ് വി ഹാവ് നോ ഐഡിയ വെയർ വി ആർ ഗോയിങ് ടു. നമ്മളൊരു അൺസർട്ടനിറ്റിയിലായിരിക്കും, ഒരു അവ്യക്തതയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ വരവിനെ പറ്റി നമ്മൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത്. വി ഷുഡ് നോട്ട് ബി ഇഗ്നറൻറ്റ് about the coming back of the Lord Jesus Christ. അപ്പം കർത്താവിൻ്റെ വരവിനെ പറ്റി അറിവുള്ളവരായിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തെ കാര്യം, our own spiritual life and how close it is to Jesus or how far away it is from the Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും നമ്മളും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ അടുപ്പം. ഹൗ ക്ലോസ് വി ആർ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓർ ഹൗ ഫാർ അവേ വി ആർ ഫ്രം ദ ബ്ലെസ്ഡ് ലോർഡ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ദ ലോർഡ്സ് പ്ലാൻ അബൌട്ട് ഹിസ് കമ്മിങ് ആൻഡ് ഹൗ നോളജബിൾ ആർ വി അബൌട്ട് ഇറ്റ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ വരവിനെ പറ്റിയുള്ള തൻ്റെ പ്ലാൻസ് അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പ്ലാൻസ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഹൗ നോളജബിൾ, ഹൗ അവെയർ ആർ വി അബൌട്ട് ഇറ്റ്. ഇതിനെപ്പറ്റി നമുക്ക് വല്ല ബോധമുണ്ടോ? തൻ്റെ വരവിനെ പറ്റി, സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുത്രൻ്റെ വരവിനെ പറ്റി, നിശ്ചയിച്ച കാര്യങ്ങളെപ്പറ്റി, തൻ്റെ ഡിവൈൻ പ്ലാനിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ഇതാ രണ്ടാമത്തെ കാര്യം. ആൻഡ് ദ തേർഡ് തിങ് ഒരു വാണിംഗ് ആണ്. ആ വാണിംഗ് എന്ന് പറഞ്ഞാൽ, പിശാചിൻ്റെ പ്രവൃത്തികളെ പറ്റി നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത്. യു ഷുഡ് നോട്ട് ബി ഇഗ്നറൻറ്റ് about the tactics, that is the right word, the tactics of the devil. സാത്താന്റെ പദ്ധതികളെ പറ്റി, പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത്. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഞാൻ പറഞ്ഞത്, ഹൗ ഫാർ വി ആർ ഫ്രം ദ ലോർഡ് ഓർ ടു ദ ലോർഡ്, ഹൗ നിയർ വി ആർ ടു ദ ലോർഡ്. നമ്മൾ കർത്താവിനോട് എത്ര അടുത്താണ് അല്ലെ കർത്താവിനോട് എത്ര അകലെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അപ്പം ബാക്കി എല്ലാം നമ്മൾക്ക് അറിയാമെങ്കിലും നമ്മുടെ കർത്താവും നമ്മളും തമ്മിലുള്ള നിയർനെസ്, പ്രോക്സിമിറ്റി, അത് ശരിയല്ല എങ്കിൽ ഇറ്റ് ഈസ് ഹൈലി അൺലൈക്ലി ദാറ്റ് വി കുഡ് ബി ടേക്കൻ ടു ദ ഗ്ലോറി വെൻ ദ ലോർഡ് കംസ് ബാക്ക്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. സോ ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സുകളിലെ ഫോക്കസ് എന്ന് പറയുന്നത്, ഹൂ അവർ എനിമീസ്, നമ്മുടെ ശത്രു ആരാണ്.
എന്തിനാ നമ്മുടെ ശത്രു ആരാധന നമ്മൾ പറയുന്നത്? ഇപ്പം ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഭയങ്കര വിരോധമുള്ളത് ഈ ശത്രു തന്നെയാണ്. കാര്യം ദുഷ്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ ആരാണ് എന്ന് ലോകം അറിയരുത്, പ്രത്യേകിച്ച് ദൈവമക്കൾ അറിയരുത്. കാര്യം അറിഞ്ഞാലുള്ള ഗുണമെന്തുവാ? അറിഞ്ഞാൽ അവനെ അകറ്റി നിർത്തും. അറിയാതിരുന്നാലോ നമ്മുടെ ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞ് അകത്ത് കയറ്റി ഇരുത്തുകയും ചെയ്യും. അപ്പം ഡെവിളിന്റെ പ്ലാൻ നമ്മൾ ഒരിക്കലും അവൻ ആരാണ് എന്ന് അറിയരുത് എന്നുള്ളതാണ്. പക്ഷെങ്കിൽ സാത്താനെ തിരിച്ചറിയണം, അവന്റെ പ്രവൃത്തികളും തിരിച്ചറിയണം, അത് ഒഴിഞ്ഞു നമ്മൾ പോകണം, എതിർത്ത് നിൽക്കണം, സാത്താനോട് എതിർത്ത് നിൽക്കണം. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് സിമിൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുവീൻ. രണ്ട്, സാത്താനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവീക പദ്ധതികൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്കറിയത്തില്ല ദൈവത്തിന്റെ പ്ലാൻസ് എന്താ, പിന്നെങ്ങനെ സമർപ്പിക്കുന്നത് ഒരു കാര്യം. അപ്പോൾ only after submitting ourselves to the plans of the Lord Jesus Christ in our life, we are supposed to resist the devil. ആദ്യം ചെയ്യേണ്ടത്, the first responsibility is to submit ourselves to the Lord Jesus Christ. കർത്താവിന് കീഴടങ്ങുന്നുള്ളതാണ്. കർത്താവിന് കീഴടങ്ങിയ ശേഷം സാത്താനോട് എതിർത്ത് നിൽക്കണം. പലപ്പോഴും ഈ കാര്യം നടക്കാറില്ല കേട്ടോ. ഒരുപാട് പേരും ഈ ദൈവത്തിന് കീഴടങ്ങത്തില്ല, അതിനെ പറ്റി അറിയത്തില്ല. പക്ഷേ സാത്താനോട് എതിർക്കും, നല്ല കീറ് മേടിക്കുകയും ചെയ്യും. അത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ കയറി സാത്താനെ ശാസിക്കാനൊന്നും പോകരുത്, അവൻ നല്ല കീറ് വെച്ച് തരും. കാരണം നിങ്ങൾ തന്നെ ശരിയായിട്ടില്ല. നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ ദൈവത്തിന് കീഴാണ്, അത് വിഷയങ്ങൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിട്ടില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കീഴടങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സാത്താൻ അറിയാം. അതുകൊണ്ട് അവൻ ആ മുതലെടുത്ത് നല്ല കീറ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് അങ്ങോട്ട് കയറി ശാസിക്കാനും ഫലസിക്കാനും ഒന്നും പോയറിയരുത് എന്ന് ഞാൻ സാധാരണ ഒരു വാണിംഗ് ആയിട്ട് ആളുകളോട് പറയാറുണ്ട്. സോ ലെറ്റ്സ് കം ബാക്ക്. ഇനിയും ദ നെക്സ്റ്റ് തിങ് ഈസ്, ഈ ക്ലാസ്സൊക്കെ എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? വൈ ഷുഡ് വി കണ്ടക്ട് ദീസ് ക്ലാസ്സസ്? അത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്, ഞാൻ വിൽസൺ കടൽ പാസ്റ്ററോട് ആ കാര്യം പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ വേർതിരിക്കുക. ഇപ്പം അന്ത്യകാല സംഭവങ്ങളെപ്പറ്റി, ഇപ്പം നടന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓരോന്നടുത്തെടുത്ത് നോക്കുമ്പോൾ ദ ലോർഡ്സ് കമ്മിങ് ഈസ് സോ ക്ലോസ് ബൈ. കർത്താവിൻ്റെ വരവ് ഒരുപാട് സമീപമായി കഴിഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ വേർതിരിക്കണം. ഒരുക്കമുള്ള ഒരു ജനത്തെ വേർതിരിക്കണം എന്ന് പറയുമ്പോൾ, ഈ വിളിക്കപ്പെട്ടവർ അനേകരാണ്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവം താൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നു. അപ്പം മുന്നറിഞ്ഞവരെല്ലാം വിളിയോട് റെസ്പോണ്ട് ചെയ്തില്ല, വിളിച്ചവരെല്ലാം നീതീകരണത്തിലൂടെ കടന്നുപോയില്ല. നീതീകരണം പൂർത്തിയാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് തേജസ്കരിക്കപ്പെട്ടില്ല. So once I became a Christian, a child of God, is no guarantee that I will be taken into glory when the Lord comes back. ഒരിക്കൽ ഞാൻ ദൈവവൈതനായി തീർന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഞാൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി അല്ല. അത് മുഖവരയായിട്ട് ഓർത്തോണം. സോ വി ഹാവ് ടു പ്രിപ്പയർ അവർസെൽസ് ഫോർ ഇറ്റ്. ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു ടെൽ യു ഈസ്, നമ്മൾ ആരോടാണ് എതിർത്ത് നിൽക്കുന്നത്? നമ്മൾ ആരോടാണ് എതിർത്ത് നിൽക്കുന്നത്? ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. Look, 4 personalities in one individuality. 4 പേര്. ആരൊക്കെയാന്ന് നോക്കിയേ? ഭൂലോകത്ത് മുഴുവൻ വഞ്ചിച്ചു കളഞ്ഞ പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഇത് 4 പേരും ചേരുന്നതാണ്
പൈശാചിക ശക്തി എന്ന് പറയുന്നത്. ഇനി എൻ്റെ മുകളിലത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചിട്ട് എൻ്റെ മുകളിലത്തെ വാക്യം നോക്കിക്കോണേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. ശ്രദ്ധിച്ചോണം, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതും ഇല്ല. ആരുടെ സ്ഥലം കണ്ടില്ലെന്നാ പറയുന്നതാ? യേശുക്രിസ്തു കർത്താവിന്റെ സ്ഥലം എന്നല്ല, കർത്താവിന്റെ ദൂതന്മാരുടെ സ്ഥലം എന്നല്ല, ദൈവമക്കളുടെ സ്ഥലം എന്നല്ല, മറിച്ച് സാത്താൻ പടവെട്ടി. ആരോടുകൂടെ ചേർന്ന്? തൻ്റെ ദൂതന്മാരോടുകൂടി ചേർന്ന്. ആർക്കെതിരായിട്ട് പടവെട്ടുന്നു? ദൈവത്തിനെതിരായിട്ട്. ആരാ ഡിഫൻഡറായിട്ട് വരുന്നത്? ദൈവത്തിന്റെ സർവ്വസൈന്യാധിപനായ മീഖായേൽ. മീഖായേൽ ഇവരെ സ്വർഗത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് കളഞ്ഞു. ശ്രദ്ധിച്ചോണം, സ്വർഗത്തിൽ നിന്ന് ഇവരെ മീഖായേൽ ഇറക്കി കളഞ്ഞു. ഈ സംഭവം പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവചനങ്ങളുടെ പ്രത്യേകത, പ്രോഫസിയുടെ ലാംഗ്വേജ് എപ്പോഴും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പക്ഷെങ്കിൽ അത് സംഭവിക്കുന്നത് ഫ്യൂച്ചറിലാണ്. പ്രോഫസിയുടെ ലാംഗ്വേജ് പാസ്റ്റ് ടെൻസ് ആയിരിക്കും, പക്ഷെ സംഭവിക്കുന്നത് ഫ്യൂച്ചറിലായിരിക്കും. ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മുമ്പിൽ ഒരു ചിത്രത്തിൽ കണ്ടുകൊണ്ടാണ് ബൈബിൾ പ്രവാചകന്മാര് പ്രവചനം എഴുതുന്നത്. സോ കം ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ സാത്താനും അവന്റെ ദൂതന്മാർക്കും സ്വർഗത്തിൽ ഒരു സ്ഥലമുണ്ട്. എവിടെ? പിതാവായ ദൈവത്തോട്, ദൈവത്തിന്റെ പദ്ധതികളോടും എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് സാത്താന്റെ പദ്ധതി. എതിർത്ത് നിൽക്കുക എന്നുള്ള സാത്താന്റെ പദ്ധതി. സാത്താൻ, സൈറ്റൻ എന്ന വേർഡിന്റെ അർത്ഥം എതിർത്ത് നിൽക്കുന്നവൻ, എതിരാളി, പോരാളി എന്ന വേർഡിന്റെ അർത്ഥം. അതൊരു ഹീബ്രു വേർഡാണ്. സൈറ്റൻ എതിർത്ത് നിൽക്കുന്നവനാണ്. അപ്പൊ ഇപ്പോ സ്വർഗത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവിടെ അവൻ ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ ഒന്നാണ് ദൈവത്തിന്റെ എല്ലാ പദ്ധതികളോടും എതിർത്ത് നിൽക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഹിസ് വർക്ക്. ഇനി നോക്കിക്കോണേ, ഈ സാത്താൻ ഒരുപാട് വേഷങ്ങളിലാണ്, രൂപങ്ങളിലാണ്, ഭാവങ്ങളിലാണ് മനുഷ്യനെ തെറ്റിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. What was the first appearance of the devil on this planet Earth after the creation of Adam and Eve? ആദാമിനെ അവൻ സൃഷ്ടിച്ച ശേഷം ഈ ഭൂമിയിൽ സാത്താൻ ആദ്യം ഇറങ്ങി വരുന്നത് എങ്ങനായിരുന്നു? സാത്താനായിട്ടാണ്. മിസ്റ്റർ സാത്താൻ എന്ന പേര്. ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് വരികയാണ്, ദൈവത്തിന്റെ ദൂതന്മാരെ പറ്റിച്ച ആളാണ്, എൻ്റെ പേര് സാത്താൻ എന്നാണ്, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞല്ലല്ലോ ഹവായുടെ അടുത്ത് വരുന്നത്. ഹവായുടെ അടുത്ത് വരുന്ന ആരായിട്ടാണ്? പാമ്പായിട്ട്. So he came as a serpent. അതുകൊണ്ടാണ് ഇവന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ദി ഏൻഷ്യൻ സെർപ്പന്റ്, പഴയ പാമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദി ഏൻഷ്യൻ സെർപ്പന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ആള് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളിലൂടെ, രൂപത്തിലൂടെ, ഭാവത്തിലൂടെ ദൈവജനത്തെ തെറ്റിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഒന്ന്, ലോകാവസാനമാകുമ്പോഴേക്ക് സാത്താൻ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഭൂമി മുഴുവൻ കള്ളപ്രവാചകന്മാരെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അതിനെപ്പറ്റി നല്ലതുപോലെ പറഞ്ഞതായിരുന്നു. രണ്ടാമത്തെ കാര്യം തിരുവെഴുത്തുകളെ കോട്ടിക്കളയുക എന്നുള്ളതാണ്. തിരുവെഴുത്തുകളെ കോട്ടിക്കളയുക. മൂന്നാമത്തെ പദ്ധതി തിരുവെഴുത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതാണ്. തിരുവെഴുത്തിന്, വേദപുസ്തകത്തിന് സമാനമായ വേദപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എത്ര വേദപുസ്തകങ്ങളുണ്ട് വേദപുസ്തകത്തിന് സമാനമായ? ശ്രദ്ധിച്ചോണം. ഒന്ന്, മോർമന്മാരുടെ ബൈബിളുണ്ട്. മോർമൻസ്, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തേത് യഹോവ സാക്ഷികളുടെ ബൈബിളുണ്ട്.
യഹോവ സാക്ഷികളുടെ ബൈബിളുണ്ട്. അതും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം എന്ന് പറയുന്ന ആ കാര്യത്തെ പറ്റി പറയുന്ന ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർ തിരുത്തി മാറ്റി എഴുതിയിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ഇറ്റ്? വിശുദ്ധ വേദപുസ്തകം തിരുത്തി തരിക എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? അത് സാത്താന്റെ വർക്കാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ദ തേർഡ് തിങ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് അപ്പോസ്റ്റസി എന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തുന്നത്. അപ്പോസ്റ്റസി ഭൂമിയിൽ നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. That is the next thing that he has been doing. And he has been doing that very successfully. വളരെ സക്സസ്ഫുൾ ആയിട്ട് സാത്താൻ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. What are the events that have to happen before Jesus comes back? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിന് മുൻപ് നിശ്ചയമായും സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, the precious return of Christ must be preceded by the previous rebellion of Antichrist. നോക്കിക്കോണേ, ഒരിക്കൽ ആന്റൈക്രൈസ്റ്റ് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന സാത്താൻ ഒരേ ആള് തന്നെയാണ്. ഈ ആള് ഒരിക്കൽ ദൈവത്തോട് റിബല്യസ് ആയിട്ട് എതിർത്ത് നിന്നു. അത് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്. The same rebellion has to come back. The same rebellion has to come back. എങ്ങനെയാണ് സെയിം റിബല്യൻ തിരിച്ചു വരുന്നത്? താൻ എങ്ങനെ ദൈവത്തോട് എതിർത്ത് നിന്നോ അതുപോലെ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നതിന് ഒരു കൂട്ടം ജനത്തെ അങ്ങിങ്ങായിട്ട് ഒരുക്കിയെടുക്കുക. To prepare groups and groups and groups of people who can be rebellious against the Lord God. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും തൻ്റെ പിതാവായ ദൈവത്തിനും തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കും എതിരായി നിൽക്കുന്നതിന്, റിബല്യസ് ആയി നിൽക്കുന്നതിന് ഒരു കൂട്ടം ആളുകളെ ഭൂമിയിൽ അനേക സ്ഥലങ്ങളിൽ ഒരുക്കിക്കൊണ്ടുവരിക. ആൻഡ് ഹിയർ we are introduced to a fundamental teaching of the Bible about the future. ഇവിടെ ഫ്യൂച്ചറിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ ഫണ്ടമെന്റലായ ചില പഠിപ്പീരുകളുണ്ട്. ഭാവിയിൽ സംഭവിക്കേണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മേലാൽ സംഭവിപ്പാനുള്ളത്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നത്തിങ് ഹാപ്പൻസ് ആക്സിഡന്റലി or nothing happens incidentally, or what could I say, nothing happens unexpectedly. അപ്രതീക്ഷിതമായിട്ട്, ആക്സിഡന്റലായിട്ട്, മുൻകൂട്ടി അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്താ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത? coming events cast their shadows before. Coming events cast their shadows before. വരാനിരിക്കുന്ന സംഭവങ്ങൾ വരുന്നതിന് മുൻപ് അതിൻ്റെ നിഴൽ സംഭവിച്ചിരിക്കും. അപ്പോൾ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യങ്ങളും സംഭവിക്കുന്നു. നോക്കി, പെർഫെക്റ്റ് പ്ലാനിങ് എന്നുള്ളത്, പെർഫെക്റ്റ് പ്ലാനിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യതയാണ്. കമ്പനി ദിവസങ്ങളിൽ ഇന്ന ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ട്. വൺ ഡേ there is going to be one man. ഒരു ദിവസം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എഴുന്നേറ്റ് വരും. ദാറ്റ് മീൻസ് കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അനേക വ്യക്തിത്വങ്ങളിലൂടെ, അനേക ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ, അനേക ടീച്ചിങ്സിലൂടെ, അനേക പ്രവർത്തനങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ടിരുന്ന ഈ ആള് ഇനി ഒരാളായിട്ട് എഴുന്നേറ്റ് വരും. ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ്. ഇയാളായിരിക്കും ഭൂമിയിലെ ഏറ്റവും പവർഫുള്ളായ, ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യൻ. ദെൻ the most powerful man in the world, a tool of Satan dominating the world scene. ശ്രദ്ധിച്ചോണം, ഈ വരുന്നയാള് ഒരു മനുഷ്യനായിരിക്കും, അയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്
ഇതുവരെ ഭാഗമായും വിവിധമായും അനേക വ്യക്തികൾ കൂടെ അനേക പ്രവർത്തന ശൈലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തി മുഴുവനും ഒരു വ്യക്തിയുടെ കീഴിൽ കേന്ദ്രീകരിച്ചിട്ട് അവന്റെ മുഴുവൻ ശക്തിയോടും കൂടി ആ വ്യക്തി ലോകത്തെ പ്രത്യക്ഷപ്പെടും. എ ടൂൾ ഓഫ് സൈറ്റൻ. അയാള് സാത്താന്റെ ഒരു ടൂളാണ്. ഹി വിൽ ബി എ ഹൊറിബിൾ മാൻ and yet he will be welcomed by the world before Christ can come. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നതിന് മുൻപ് ഈ ആന്റൈ ക്രൈസ്റ്റ് എന്ന വ്യക്തി വരണം. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരിക എന്ന് ഞാൻ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പ്രവചനങ്ങളെ പറ്റി പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രവചനങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരു പ്രവചനം 4 ഭാഗങ്ങളായിട്ടാണ് നിവർത്തീകരണത്തിലേക്ക് വരേണ്ടത്. എവറി പ്രോഫെസി കൺസേണിംഗ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് വെൽ ആസ് ദി എൻഡ് ഓഫ് ദ വേൾഡ് ഹാസ് ടു ബി ഫുൾഫിൽഡ് ഇൻ ആൻഡ് ത്രൂ 4 സ്റ്റേജസ്. 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങിവരവും ലോകാവസാനവും എന്ന കാര്യത്തെ പറ്റി പറയുന്ന എല്ലാ പ്രവചനങ്ങളും നിറവേറേണ്ടത്. ഒന്നാമത്തെ കാര്യം അതിന്റെ പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ്. പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് മീൻസ് അതിന്റെ ഭാഗികമായ അക്ഷരികമായ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. പൂർണ്ണമല്ലത്, ഭാഗികമായ അക്ഷരികമായ ഫുൾഫിൽമെന്റ് ഉണ്ട്. രണ്ടാമത്തത് പാർഷ്യൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്, ഭാഗികമായ ആത്മീയമായ പൂർത്തീകരണം. ഇനി മൂന്നാമത്തത് അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ്, ആത്യന്തികമായ ലിറ്ററലായ ഫുൾഫിൽമെന്റ്. നാലാമത്തത് അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്, ആത്യന്തികമായ ആത്മീയമായ ഫുൾഫിൽമെന്റ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓൾ ദീസ് 4 തിങ്സ് ഷുഡ് ബി ഓൾവേസ് വിത്ത് അസ്. ഞാനിവിടെ പ്രവചനങ്ങൾ, അന്ത്യകാല സംഭവങ്ങൾ ഡിവൈഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ട ചിന്ത, ഇത് പാർഷ്യൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആണോ, പാർഷ്യൽ അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആണോ, ഇനി പാർഷ്യൽ മെറ്റീരിയൽ ഫുൾഫിൽമെന്റ് ആണോ, അല്ല അൾട്ടിമേറ്റ് മെറ്റീരിയൽ ഫുൾഫിൽമെന്റ് ആണോ? ഈ 4 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഇത് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ. ഏത്? അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് എന്നുള്ളത്, അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് എന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ്. അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് എന്നുള്ളത്, അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് എന്നുള്ളത്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റും അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിന്ന് വായിക്കുമ്പോൾ, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആർ. അവിടെ ബൊസ്രയുടെ സംഹാരത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ബൊസ്ര എന്ന് പറഞ്ഞ എവിടെ? ഇന്നത്തെ യമനിലാണ് ബൊസ്ര എന്നുള്ളത്. ബൊസ്രയുടെ സംഹാരം എന്നുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. ബൊസ്രയുടെ സംഹാരം എന്നുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ വാച്ച് ചെയ്ത ന്യൂസ് അനുസരിച്ചാണെങ്കിൽ ഇനിയും ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അവന്റെ നടുവൊടിഞ്ഞ് യമനിലെ ഹൂത്തികള് പാമ്പിന്റെ നടുവൊടിഞ്ഞു അവിടെ ഒടിഞ്ഞു കിടക്കും. അതെന്താണത്? പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് ആണ്. പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് ഉണ്ടോ? ഉണ്ട്. എന്താണ് അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മേഘാരൂഢനായി വന്ന ശേഷം ഹർമഗദോൻ യുദ്ധത്തോടുകൂടി ഈ പറയുന്ന യമനിൽ പോകും. അവിടെ പോയിട്ട് അവരെ ലിറ്ററലി സംഹരിച്ചിട്ട്
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരികെ വരും. അത് തൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന്റെ സെക്കൻഡ് ആസ്പെക്റ്റിന് ശേഷം. അപ്പൊ നോക്കിയേ, നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടെന്നല്ല മുഴുവൻ കാര്യങ്ങളും പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് ആണ്. പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് ആണ്, സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് അല്ല. സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് അല്ല, പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് ആണ്. പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് കാണുമ്പോൾ നമ്മൾ എന്തോ മനസ്സിലായിക്കോണം? നൗ ലിഫ്റ്റ് യുവർ ഹെഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, തലകളെ ഉയർത്തുക. എന്തിന് തലകളെ ഉയർത്തണം? നിങ്ങളുടെ കർത്താവ് അടുക്കെ വാതിൽക്കൽ നിൽക്കുന്നു. നിങ്ങളുടെ കർത്താവ് അടുക്കെ വാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തലകളെ ഉയർത്തണം. എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തലകളെ ഉയർത്തണം. നൗ ഐ എം ബ്രിങ്ങിങ് യു ബാക്ക് ടു വെയർ ഐ സ്റ്റോപ്ഡ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, വൺ ഡേ there is going to be a massively influential man എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം he will be a horrible man and yet will be welcomed by the whole world before Christ can come. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിന് മുൻപ് ഈ ആള് പ്രത്യക്ഷപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഈ ആൾക്ക് എത്ര പ്രത്യക്ഷതയുണ്ട്? സാത്താൻ എത്ര പ്രത്യക്ഷതയുണ്ട്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മടങ്ങി വരവിന് 2 പ്രത്യക്ഷതയുണ്ട്. ഒരു പ്രത്യക്ഷത സ്പിരിച്വലാണ്, ആത്മീയമാണ്. തൻ്റെ ജനത്തെ ഇവിടുന്ന് ചേർക്കുക എന്നുള്ളതാണ്. അത് രഹസ്യപരം എന്ന് പറയും. തൻ്റെ ജനത്തെ ഇവിടുന്ന് ചേർക്കുന്നതിനാണ്. 2, ഈ ഭൂമിയെ ന്യായം വിധിക്കുന്നതിനും ഈ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി ലിറ്ററലായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രത്യക്ഷത. അങ്ങനെ ഇത് 2നും സൈൻസ് ആൻഡ് സിംറ്റംസ് 2. അങ്ങനാണെങ്കിൽ the devil says Satan also has got a spiritual coming back to the earth as well as a physical coming back to the earth. ഒരു സ്പിരിച്വൽ കമ്മിങ് ബാക്ക് ടു ദി എർത്ത് ഉണ്ട് സാത്താന്, ഫിസിക്കൽ കമ്മിങ് ബാക്ക് ടു ദി എർത്തും സാത്താനുണ്ട്. ഇത് 2 കാര്യങ്ങളും ഡിഫറെൻ്റ് ആണെന്നും ഈ 2 കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓൾ ദീസ് 2 തിങ്സ് ആർ ദെയർ. ഇനി Antichrist must come. എതിർ ക്രിസ്തു വരണം. Until he comes, we can't expect Christ back. അപ്പം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരാതെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നില്ല. ദാറ്റ് ഈസ് എ ടീച്ചിങ് ഓഫ് ദ സ്ക്രിപ്ചർ. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഇതിനേക്കാൾ പ്ലെയിൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ലുക്ക്, ഫസ്റ്റ് he must appear. ആദ്യം എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടണം. there will be a rebellion. അതൊരു വലിയ റിബല്ലിയസ് സ്പിരിറ്റ് ആയിട്ട് വരുന്നത്. then a period of apostasy, of falling away from God. അപ്പോൾ അതിന് എതിർ ക്രിസ്തു വരണമെന്നുണ്ടെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത് അപ്പോസ്റ്റസി എന്ന് പറയുന്നത്. അപ്പോസ്റ്റസിയുടെ ഒരു എക്സ്പാൻഡഡ് മീനിങ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, ഒരു വൈഡ്ലി എക്സ്പാൻഡഡ് മീനിങ് ആൻഡ് എറ്റിമോളജിക് മീനിങ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവമക്കൾ വിശ്വാസം വിട്ടുമാറുന്നു എന്നൊരർത്ഥം അതിനില്ല എന്ന് ചിന്തിക്കരുത്. ദൈവമക്കളായി വിളിച്ചവർ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപ് കർത്താവ് തൻ്റെ ഫോർനോളജിൽ കാണുകയും ഇനിയും ഭൂമിയിൽ നാം ജനിച്ച വളർത്തപ്പെടുന്ന ഒരു സമയത്ത് നമ്മളെ വിളിച്ചു വേർതിരിക്കുകയും ദൈവമക്കൾ എന്ന പൊസിഷനിൽ നമ്മളെ പ്ലേസ് ചെയ്യുകയും ചെയ്തിരിക്കെ എത്രയോ ആളുകൾ തങ്ങളെ പ്ലേസ് ചെയ്ത ആ സ്ഥാനം, പ്ലേസ്മെന്റ് അത് വിട്ടുപോകുന്നു. ഡെഫിനറ്റ്ലി ആ അർത്ഥം അതിനില്ല എന്നൊരിക്കലും ഞാൻ അർത്ഥമാക്കിയിട്ടില്ല. Then a period of apostasy, and into that vacuum will step one human being totally in the hands of Satan. ഞാൻ പറയാൻ പോവാണേ, ഈ വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ദൈവമക്കൾ വിശ്വാസം വിട്ടുപോകുക എന്നുള്ളത്. ദൈവമക്കൾ വിശ്വാസം വിട്ടുപോകുന്നുള്ളത്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ
തങ്ങൾ വിശ്വസിച്ച ദൈവവിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയിട്ടുള്ളത് ഏത് വിശ്വാസത്തിലാണെന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവ വിശ്വാസത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസം വിട്ടുകളഞ്ഞത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. അത്രയും ആളുകൾ വിശ്വാസം വിട്ടുകളഞ്ഞ വേറെ ഒരു റിലിജിയനുമില്ല. there is no other religion. വേറെ ഒരു റിലിജിയനിൽ നിന്നും ഇത്രയധികം ആളുകൾ വിശ്വാസം വിട്ടുപോയിട്ടില്ല. എന്തുകൊണ്ടാണ്? Can you tell me what is the reason behind it? ഉദാഹരണം, വേറെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും ആ മതം വിട്ടു പോകാതെ അവരെ അവിടെ തന്നെ സൂക്ഷിക്കുന്നുള്ളത് സാത്താന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം എന്താ? മൃത്യുവിന്റെ ആടുകളായിട്ട് അവരെ മേയിച്ച് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തൻ്റെ ആളുകളെ ഏൽപ്പിച്ചിരിക്കുക അല്ലെ. അവരാ ശുശ്രൂഷ ഭംഗിയായിട്ട് നടത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. നീ എവിടെ ഉപദ്രവം ഉണ്ടാക്കാൻ പാടുള്ളൂ? only in two places, two faiths. Number one, the Judaic faith. ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറി ഒന്ന് അഗ്നോസ്റ്റിസിസത്തിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് മാറിയത് one of the first people എന്ന് പറയുന്നത് ആരാന്നറിയാമോ? യഹൂദന്മാരാണ്. The second, Christians. എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരോട് മാത്രം അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറണമെന്ന് ഇത്രയേറെ പ്രതികൂലം ഉള്ളത്? പിന്നോട്ട് വലിക്കുന്ന കാരണം, the only reason they are the right people, they are the right people of God. അവർ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് സാത്താന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. സാത്താന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് നമ്മളെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുന്നുള്ളത്. ദാറ്റ് ഈസ് സംതിങ് വി ഷുഡ് നെവർ ബി അൺഅവെയർ ഓഫ്. ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ താമസിക്കുന്ന ഇംഗ്ലണ്ട്, എൻറ്റയർ യൂറോപ്പ്, എ മാസീവ് പാർട്ട് ഓഫ് അമേരിക്ക, എൻറ്റയർ യൂറോപ്പ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് ക്രിസ്ത്യ വിശ്വാസം ഒഴുകിപ്പോയത് ഇവിടാണ്. മനുഷ്യന് സഹജമായ ബൈ ബർത്ത് അവന്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ഒന്നാണ് എ ക്രേസ് or a crave or a thirst or a desire for God എന്നുള്ളത്. ദൈവത്തെ അറിയണം എന്നുള്ള ആഗ്രഹം മനുഷ്യന് സഹജമായി ദൈവം സൃഷ്ടിച്ചു കൊടുത്താണ്. എല്ലാ മനുഷ്യരിലും ആ ക്രൈവ് ഉണ്ട്. പക്ഷെങ്കിൽ ആ ക്രൈവ് അവിടുന്ന് മാറിക്കഴിയുമ്പോൾ there is created a vacuum in that man's heart. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വാക്യം ഉണ്ടാകുകയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. ബൈബിൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെയും പറയാറുള്ള കാര്യമാണ്. ഏത് കഠിന ഹൃദയനെയും, ഏത് നിരീശ്വരവാദിയെയും, ഏത് ദുഷ്ടനെയും ഈ അസ്റ്റോണിഷ്ഡ് ആക്കിയിട്ട് ഈ സ്തംഭിപ്പിച്ച് നിൽക്കുന്ന ഒരു മെസ്സേജ്, ഒരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗം എന്നറിയാമോ? ദ ക്രൂസിഫിക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന കാര്യം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയം പൗലോസ് പറഞ്ഞു, ഗലാത്യരോട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വരച്ചു തന്നെന്ന്. ഒന്ന് വരച്ചു നോക്കിയേ. ഒരു മനുഷ്യന് അനങ്ങാൻ പറ്റും, ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റത്തില്ല. ഒരു ഇഞ്ച്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പ്രസംഗിച്ചാൽ ഒരു മനുഷ്യന് അനങ്ങാൻ പറ്റത്തില്ല, അവിടെ പിടിച്ചു നിന്നു. എന്താ പിടിച്ചിരിക്കാൻ കാരണം? എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രൈവ് ഉണ്ട്, കർത്താവിനെ പറ്റി, ദൈവത്തെ പറ്റി, സൃഷ്ടാവിനെ പറ്റി അറിയാൻ. പക്ഷെങ്കിൽ ആ സൃഷ്ടാവിനെ പറ്റി ഒരിക്കലും അറിയാൻ കഴിയാത്ത രീതിയിൽ, ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിൽ
പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പേരുള്ള ഈ പ്രസ്ഥാനം മാറിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനുഷ്യന്റെ അകത്തൊരു വാക്യൂം ഉണ്ടാകുകയാണ്. ഗ്രേറ്റ് വാക്യൂം, എ ഗ്രേറ്റ് ഡിസയർ ടു നോ ഗോഡ്. അപ്പോ as much an incarnation of evil as Christ was an incarnation of good. ശ്രദ്ധിച്ചോണം, ഈ സാത്താൻ എന്ന് പറയുന്നത് ഹീസ് an incarnation of evil. ദുഷ്ടതയുടെ അവതാരമാണ് സാത്താൻ. ഏത്? ദൈവം യേശുക്രിസ്തു നന്മയുടെ അവതാരമായിരിക്കുന്ന പോലെ. അപ്പൊ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വാക്യൂം ഉണ്ടല്ലോ, ആ വാക്യൂമാണ് ദുഷ്ടൻ അവനിൽ കയറി അവനെ ഉപയോഗിക്കാൻ വേണ്ടി അവന് തൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റുന്നത്. ആൻഡ് ദാറ്റ് മാൻ, one human being, will be the most dominating figure of history. ഇനി ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് കയറി അങ്ങ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ടോപ്പിക്സ് പുറമോട്ട് കുറേ ഇറങ്ങി വരാം. ആന്റൈ ക്രൈസ്റ്റ്. ആദ്യം ആന്റൈ ക്രൈസ്റ്റിനെ പറ്റിയുള്ള പരക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ഞാനൊന്ന് മാറ്റാൻ ശ്രമിക്കാം. ഇപ്പം ഞാനിത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ അടുത്ത ക്ലാസ് പോലെ വരത്തില്ലെന്നുള്ള തീരുമാനം എടുക്കാൻ ചിലരെ അത് പ്രേരിപ്പിക്കുമെന്നല്ലാതെ മറ്റു ഗുണമുണ്ടാകും തോന്നില്ല. ഇങ്ങനാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടുത്ത ക്ലാസ് മുതൽ വരുന്നില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കേണ്ടവർക്ക് തീരുമാനം എടുക്കാം. ഒന്നാമത്തെ കാര്യം കേട്ടോണം. എങ്ങനെയോ നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ടായി, ഈ ആന്റൈ ക്രൈസ്റ്റ് ലോകം മുഴുവൻ ഭരിക്കുമെന്നും ലോകം മുഴുവൻ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ വരുമെന്നും ഒരു വേൾഡ് ഗവൺമെന്റ് ഉണ്ടാകുമെന്നും. That is the first thing I want to correct. That is the very first thing I want to correct. കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. If the Bible doesn't say so, then we don't have to believe in a human being. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യനെയും ഈ കാര്യത്തിൽ അനുസരിക്കേണ്ട ബാധ്യത ദൈവമക്കൾക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ എന്താണ് ഈ എതിർ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അവൻ ഉപായരൂപേണ വന്ന് പലരെയും സ്വാധീനിച്ചിട്ട് അവൻ അധികാരം പിടിച്ചെടുക്കും. എന്തിന്റെ അധികാരം പിടിച്ചെടുക്കും? അതോറിറ്റി ഓർ ഡൊമിനിയൻ ഓർ റൂൾ ഓഫ് ഹഅറട്സ് എന്ന് പറഞ്ഞ വാക്കിന് എത്ര അർത്ഥമുണ്ട്? അതിൻ്റെ ഏറ്റവും താഴത്തെ അർത്ഥം മുതൽ മുകളിലത്തെ അർത്ഥം വരെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോവാം. അതിൻ്റെ ഏറ്റവും താഴത്തെ അർത്ഥം ഇസ്രായേലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമുണ്ട്, ഒരു വീക്കിലി ഉണ്ട്. അതിൻ്റെ പേര് അറട്സ് എന്നാണ്. അറട്സ്. അപ്പം എതിർ ക്രിസ്തു വന്ന് ഈ പത്രത്തിന്റെ പത്രാധിപരാകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോ വേ. രണ്ടാമത്തെ അർത്ഥം ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിന്റെ ലാൻഡ് എന്നാണ് അതിന്റെ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം ഇസ്രയേലിന് ചുറ്റും കിടക്കുന്നതായ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയൻ. മെഡിറ്ററേനിയന്റെ രണ്ട് റീജിയൻ ഉണ്ട്. ഒന്ന് വെസ്റ്റേൺ റീജിയൻ, അത് യൂറപ്പാണ്. അടുത്ത ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ യൂണിയൻ ഉണ്ട്. ഇസ്രയേലിനും അതിന് ചുറ്റുമുള്ള 27 ശരിക്കും 24 രാജ്യങ്ങൾ വരുന്ന ആ റീജിയൻ. അതിൻ്റെ പേര് അറട്സ് എന്നാണ്. ഇനി ഈ അറട്സ് എന്ന വാക്കിന്റെ ആദ്യത്തെ അർത്ഥം, അത് എഴുതിയ ആദ്യത്തെ അർത്ഥം മുഴുവൻ ഗ്ലോബ് എന്ന, ദ ഗ്ലോബ്, ഈ ഗ്ലോബ് മുഴുവൻ എന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്ര അർത്ഥമുണ്ട്. ഇതിൽ ഏതർത്ഥത്തിലാണ് എതിർ ക്രിസ്തു അറട്സിനെ ഭരിക്കുമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നോക്കിക്കേ, അറട്സ് എന്നാണ് പറഞ്ഞെങ്കിൽ ഭൂഗോളം എന്നാണ്. ഇനി അറട്സ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യം മാത്രമെന്നാണ്.
ഹഅററ്റ്സ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലും അതിനു ചുറ്റുമുള്ളതായ മെഡിറ്ററേനിയൻ റീജിയൻ എന്നാണ്. പ്ലീസ് ടേക്ക് ഇറ്റ് ക്ലിയർലി. ഹഅററ്റ്സ് എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു ഭരിക്കാൻ പോകുന്നത് യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്രയേലിന് ചുറ്റുമുള്ളതായ അറബ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും ഒരുമിച്ച് ചേർത്താണ് അവൻ ഭരിക്കാൻ പോകുന്നത്. അവിടെയാണ് അവന്റെ ഭരണം എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ് ഹിസ് ഡൊമിനിയൻ. പറഞ്ഞു എതിർ ക്രിസ്തു പറഞ്ഞ ഒരാളാണ്, ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ട്, അവന്റെ ഡൊമിനിയൻ, അവന്റെ മേധാവിത്വം. അവന്റെ മേധാവിത്വത്തിന്റെ പ്രത്യേകത, അവന്റെ പൂർണ്ണ ശക്തിയോടുകൂടി അവൻ ഇതുവരെയും ഭൂമിയിൽ വെളിപ്പെടാൻ കഴിയാത്തതിന്റെ കാരണം അവനെ തടഞ്ഞു നിർത്തുന്ന ഒരാളുണ്ട്. ആരാളാണ്? ആ ആളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ then he has no problem. ഈ ഭൂമിയിൽ നിന്ന് സഭയുമായിട്ട് പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ സാത്താനെ തടയുന്നതിന് വേണ്ടി ലോകത്തിൽ പിന്നെ യാതൊരു ഫോഴ്സും ബാക്കിയില്ല. There is no force left alive to prevent the devil. അങ്ങനാണെങ്കിൽ ലോകത്തിലെ ബാക്കി മുഴുവൻ രാജ്യങ്ങളും എന്താ സംഭവിക്കുന്നത്? സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം ഉപായരൂപേണ പീസ് ട്രീറ്റി ഓരോ രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കും. ഉപായരൂപേണ പീസ് ട്രീറ്റി ഓരോ രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെങ്കടലിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സൈനിക നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സൈനിക നീക്കം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ചെങ്കടലിൽ അങ്ങനെ സൈനിക നീക്കം നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചെങ്കടലിൽ കൂടെ ഉള്ള വ്യാപാരം മുടക്കത്തക്ക രീതിയിൽ യമനികൾ അവിടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ആരാണ് യമനികൾ? യമനികൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, ഒരു ഫിസിക്കൽ ഫോഴ്സ് ആയിട്ടല്ല കാണേണ്ടത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡ്രാഗൻ, സ്പിരിറ്റ് ഓഫ് ദ ഡ്രാഗനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഡ്രാഗനെ കീഴടക്കിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ യമനികളുടെ സ്വാധീനം മെഡിറ്ററേനിയൻ കടലിൽ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ എന്തോ സംഭവിക്കത്തുള്ളൂ? വേൾഡ് ട്രേഡ് എന്ന് പറഞ്ഞ കാര്യം ഇനി നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വേൾഡിന്റെ ട്രേഡ് മുഴുവൻ സ്തംഭിക്കാൻ പോവാണ്. അപ്പോ ഇവിടെ യമനികളെ ഓടിച്ചു വിട്ടിട്ട് മെഡിറ്ററേനിയൻ റീജിയൻ മുഴുവൻ, എസ്പെഷ്യലി റെഡ് സീ മുഴുവനും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആരാ പോയിരിക്കുന്നത്? നമ്പർ 1 അമേരിക്ക, നമ്പർ 2 ഇസ്രയേൽ, നമ്പർ 2 യൂറോപ്യൻ യൂണിയൻസ്. യൂറോപ്പ് അല്ലെങ്കിൽ നമുക്ക് നാറ്റോ എന്ന് പറയുന്നതിനേക്കാൾ നാറ്റോ, ഇത്രയും പേരോട് പോയിരിക്കുക. നോക്കിക്കോണേ. അപ്പൊ അവർ പിടിച്ചടക്കിയിട്ട് പുതിയൊരു വേൾഡ് ഓർഡർ ഓഫ് ട്രേഡ് കൊണ്ടുവരുമ്പോൾ എന്താ വേണ്ടത്? അവരുമായിട്ട് അലയൻസ് ഇല്ലാത്ത, അവരുമായിട്ട് സമാധാന കരാർ ഒപ്പിടാത്ത ആർക്കും പിന്നെ പിടിച്ച് നിൽക്കുവാൻ കഴിയത്തില്ല. അപ്പോ ആ റീജിയന്റെ ചുമതല, ഏത് റീജിയന്റെ ചുമതല? ഇസ്രയേൽ ഉൾപ്പെടുന്ന, മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടുന്ന ആ റീജിയന്റെ ഭരണം പിടിച്ചെടുക്കുന്ന ഏത് ഫോഴ്സ്? ദ ഫോഴ്സ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. ആ ഫോഴ്സ് ഓഫ് ആന്റി ക്രൈസ്റ്റുമായിട്ട് ആദ്യം അലയൻസിൽ വരാൻ പോകുന്നത് ആരാണ്? ഫസ്റ്റ് അലയൻസ് ഡിക്ലെയർ ചെയ്യുന്നത് അമേരിക്കയാണ്. സെക്കൻഡ് അലയൻസ് ഡിക്ലെയർ ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനുമാണ്. തേർഡ് അലയൻസ് ഡിക്ലെയർ ചെയ്യുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവനാണ്. ഫോർത്ത് അലയൻസ് ഡിക്ലെയർ ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഇനി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആർക്കുണ്ടാകത്തുള്ളൂ? പാപ്പനോഗിന്റെയും പിന്നെ നമ്മൾ പറയുന്ന പിന്നെ ഓസ്ട്രേലിയ, അവർക്കൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ. പക്ഷെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ഈസ് കൺട്രോളിങ് ദ ഹോൾ വേൾഡ് ഇൻ ടു വാട്ട്? ഇൻ ടു ലോലെസ്നെസ്.
ഈ ഹോൾ വേൾഡിനെ, ലോകത്തെ മുഴുവനും ലോലെസ്നെസ്സിലേക്ക് നയിക്കുന്ന സ്പിരിറ്റിന്റെ അധീനതയിലായിരിക്കും ലോകം മുഴുവൻ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ യു സേ ആന്റി ക്രൈസ്റ്റ് റൂൾസ് ദ ഹോൾ വേൾഡ്? ആന്റി ക്രൈസ്റ്റ് ലോകം മുഴുവൻ ഭരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം, ഒന്ന്, ഈ റീജിയൻ ആണ് ആന്റി ക്രൈസ്റ്റിന്റെ നേരിട്ടുള്ള ഭരണത്തിലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. എന്താ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്? ഒന്ന്, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ആള്. എങ്ങനെയാ ദൈവത്തോട് ആന്റി ക്രൈസ്റ്റ് എതിർത്ത് നിൽക്കുന്നത്? 2-ാം സങ്കീർത്തനത്തിൽ നോക്കിക്കോണം. അത്യുന്നതനും അവന്റെ അഭിഷക്തിന് വിരോധമായി അവർ കൂടിയാലോചന നടത്തുക. അവരെന്താ പറയുന്നത്? വരുവീൻ, നാം അവന്റെ കെട്ടുകളെ അറുത്ത് അവന്റെ കയറുകളെ എറിഞ്ഞു കളയുക. വരുവീൻ, നാം അവന്റെ കെട്ടുകളെ അറുത്ത് അവന്റെ കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ, ഗോഡ് ഹാസ് സെറ്റ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദിസ് വേൾഡ് ടു ബി റണ്ണിങ് ഇൻ ഗോഡ്സ് വേ. ദൈവത്തിന്റെ രീതിയിൽ ഈ ഭൂമി പോകുന്നതിന് വേണ്ടി ദൈവം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ മുഴുവനും നമുക്ക് അവന്റെ കെട്ടുകളെ അറുത്ത് അവന്റെ കയറുകളെ എറിഞ്ഞു കളയെന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, what the Bible says is not applicable for us. What the Bible says is not applicable for us. വേദപുസ്തകം പറയുന്നത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇനി ഈ പറഞ്ഞ ഇതാണ് ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവത്തോട് എതിർത്ത് നിൽക്കുക, ദൈവത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞു കളയുക, ദൈവത്തിന് ജനമായ ഇസ്രയേലിനെയും ദൈവത്തിന് ജനമായ ക്രിസ്ത്യാനികളെയും കൊന്നുകളയുക. ഈ സ്പിരിറ്റിനെയാണ് സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്പിരിറ്റിനെയാണ് സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് വ്യത്യസ്തമായ വ്യക്തികളിൽ കൂടെ, വ്യത്യസ്തമായ പ്രവർത്തന ശൈലികളിൽ കൂടെ, വ്യത്യസ്തമായ രീതികളിൽ ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്? ഫോർ ദ ലാസ്റ്റ് 2000 years. എന്ന് ആരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് അപ്പോസ്തലനായ യോഹന്നാൻ. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? തന്റെ യോഹന്നാന്റെ ലേഖനത്തിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ തന്നെ അനേക എതിർ ക്രിസ്തുകൾ ലോകത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, അവർ ട്രെയിനിൽ കയറി ഇങ്ങ് ഓരോരുത്തർ സ്വർഗത്തിൽ നിന്ന് ട്രെയിനെ പിടിച്ച് ഇങ്ങ് പോരുക ഓരോരുത്തര്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുക്കൾ ലോകത്ത് പ്രവർത്തിച്ചത്, ദെൻ ഇവരെല്ലാം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ കൾമിനേറ്റ് ആകുന്നത്? ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു ഡ്രൈവ് ഹോം ടു യു. ഇതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന കാര്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇനി ഒരു പക്ഷെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ക്ലാസ് തുടരാം. ഇല്ലേ ഷാജി മാത്യു പാസ്റ്ററെ? ഷാജി മാത്യു പാസ്റ്റർ വളരെ അസ്വസ്ഥനാണെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ്. ബാബുജോൺ പാസ്റ്ററോട് ഇടപെട്ട് സംസാരിക്കണം. രാവിലെയാണ്, ഞാൻ കുതിരയിൽ ഇരിക്കാൻ ഒക്കത്തില്ല, പല കാര്യങ്ങൾക്ക് പോകേണ്ടതാണ്. പാസ്റ്റർ പ്രാർത്ഥന എപ്പോഴും ദൈവം കേട്ടോ, ഫലിക്കുന്നുണ്ട്, ഫലിക്കാതിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് it's intriguing that the devils once offered Jesus the post of Antichrist. നോക്കിക്കോണേ, ഒരിക്കൽ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിന് ആന്റി ക്രൈസ്റ്റ് തന്റെ സ്ഥാനം ഓഫർ ചെയ്തു. എന്തോ ആന്റി ക്രൈസ്റ്റ് തന്റെ സ്ഥാനം ഓഫർ ചെയ്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റിന്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്, he wants to get for him the worship that is due only to God of heaven. സ്വർഗസ്ഥനായ ദൈവത്തിന് മാത്രം അർഹിക്കുന്ന ആരാധന തനിക്ക് വേണം. ആരൊക്കെ എന്നൊക്കെ മനുഷ്യരിൽ നിന്ന് ആരാധന പ്രതീക്ഷിക്കുകയും, 2 ആരാധന സ്വീകരിക്കുകയും, 3 ആരാധന ഡിമാൻഡ് ചെയ്യും, 4 തന്നെ ആരാധിക്കാത്തവനെ പെർസിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ, അതിന്റെ മുഴുവനും പിന്നിൽ പ്രവർത്തിച്ചത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്, സാത്താന്റെ ആത്മാവാണ്. അപ്പൊ സാത്താന്
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടാണ് ആദ്യം പുള്ളിയുടെ മാസീവ് ഓഫർ വെക്കുന്നത്. ആ മാസീവ് ഓഫറിന് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഒറ്റ പൈസയുടെ ചെലവില്ല. എന്താ ഡിമാൻഡ്? വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്ന മുഴുവനും ഞാൻ നിനക്ക് തരാം. ഈ കാണുന്ന മുഴുവനും ഞാൻ നിനക്ക് തരാം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവൻ എന്തോ ഈ പറഞ്ഞത്? ഇതുപോലെ ഇവൻ ഉണ്ടാക്കിയതാണോ? നീ പോടാ, ഇതുപോലെ നിന്റെയാണോ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തുകൊണ്ട് സാത്താനോട് പറഞ്ഞില്ല? പറയാഞ്ഞതിൻ്റെ കാരണം, എന്തുകൊണ്ട് പറയാഞ്ഞതിൻ്റെ കാരണം കർത്താവിനറിയാം ഈ സമയത്ത്, ഇവന് സംസാരിക്കുന്ന സമയത്ത് അതെല്ലാം അവൻ്റെ കയ്യിലാണ് എന്ന്. പിതാവായ ദൈവം സൃഷ്ടിക്കുകയും മനുഷ്യനെ ഏൽപ്പിക്കുകയും മനുഷ്യനെ വഞ്ചിച്ചിട്ട് ഭൂമിയും അതിൻ്റെ പ്രതാപവും സാത്താൻ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് യേശുക്രിസ്തുവിന് തിരികെ കൊടുക്കാം എന്ന് സാത്താൻ പറയുമ്പോൾ അവൻ്റെ കയ്യിലാണ് അതിൻ്റെ. And Satan will one day give them to his antichrist. ശ്രദ്ധിച്ചോണം, അന്ന് യേശുക്രിസ്തുവിന് ഓഫർ ചെയ്തു, യേശുക്രിസ്തു ഏറ്റെടുത്തില്ല. ഇനി ഒരു ദിവസം തൻ്റെ മുഴുവൻ ആത്മാവിൻ്റെയും ശക്തിയോടുകൂടി എതിർ ക്രിസ്തുവിൻ്റെ സാത്താൻ്റെ പഴയ പാമ്പിൻ്റെ മുഴുവൻ ശക്തിയും ആവാഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രതാപവും അവന് കൊണ്ടു കൊടുക്കുന്നതിന് സാത്താൻ തയ്യാറാകും. യെസ്, that man will be dominating the world. We know that he will do two things towards Christianity. ഇനിയും ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കുന്നതിനെതിരായിട്ട് രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്യും. ഒന്ന്, he will destroy the Christian or Judaic Christian faith. ക്രിസ്ത്യൻ ഫെയ്ത്തിനെ അല്ലെങ്കിൽ ജുഡായി ക്രിസ്ത്യൻ ഫെയ്ത്തിനെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇന്ന് ലോകത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളായ ദൈവമക്കളാണ്. അപ്പൊ എന്താണ് ഇതിൻ്റെ അർത്ഥം? That means the partial literal fulfillment is going on now. Partial literal fulfillment is going on now. ഇനി അതിൻ്റെ അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് നടക്കാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ രണ്ടാമത്തെ ഭാഗത്താണ്. ആൻഡ് സെക്കൻഡ്ലി, എതിർ ക്രിസ്തു ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം, ഹി വിൽ ഡിമാൻഡ് റിവറൻസ് ഓഫ് ഹിംസെൽഫ് ആസ് ഗോഡ്. തന്നെ ദൈവമെന്ന് വിളിച്ച് ലോകം ആരാധിക്കണം. വെറുതെ വിളിച്ചാൽ പറ്റത്തില്ല, ദൈവമെന്ന് വിളിച്ച് ആരാധിക്കണം. ദിസ് ഹാസ് ബീൻ ദ പാറ്റേൺ ഇൻ എവരി ടോട്ടാലിറ്റേറിയൻ റെഷീം. എന്നൊക്കെ ടോട്ടാലിറ്റേറിയൻ റെഷീമുമായിട്ട് സാത്താൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. അന്നൊക്കെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയിട്ട്, ഒരു മനുഷ്യനെ മുന്നിൽ നിർത്തിയിട്ട് ആ മനുഷ്യനിൽ കൂടെ ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന ആ മനുഷ്യന് വേണ്ടി കവർന്നെടുക്കുക. കേട്ടോ, those who are wanted to be dictators and total control men have found this, that they can control their bodies by sheer military force. ഒന്ന്, ലോകത്തിന്റെ മേധാവിത്വത്തിലേക്ക്, ഭരണാധികാരത്തിലേക്ക് ആരൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് മറ്റുള്ളവർ തങ്ങളെ ദൈവമായിട്ട് ആരാധിക്കണം എന്ന് പറയുക. ദേ ക്യാൻ കൺട്രോൾ ദിയർ മൈൻഡ്സ് വിത്ത് പ്രൊപ്പഗൻഡ. എന്തുകൊണ്ടാണ്? പ്രൊപ്പഗൻഡ ഇറക്കി മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുക. ബട്ട് ദേ കാൻ കൺട്രോൾ ദ സ്പിരിറ്റ് ഓഫ് ദോസ് ഹു ബിലീവ് ഇൻ ദ ലിവിംഗ് ഗോഡ്. സത്യദൈവത്തിൽ, വിജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരെയും സാത്താൻ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. They have tried and therefore since they are frustrated and therefore only controlled 2/3 of men. ഇന്ന് വരെ ലോകത്തിന്റെ 2/3 ആളുകളെ തെറ്റിച്ചു കളയാനേ സാത്താന് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 1/3 തെറ്റിച്ചു കളയാൻ സാത്താന് ലോക ചരിത്രത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. They try to step into the religious spheres and they do it first by trying to ban religion as anti
ടീസ്റ്റിക്. എങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന് ദൈവമക്കളെ തെറ്റിച്ച് കളയുന്നത്? ഒന്നാമത്തെ കാര്യം, ദൈവസഭയുടെ മേൽ സാത്താൻ സ്വാധീനം പിടിച്ചെടുക്കും. സാത്താൻ സ്വാധീനം പിടിച്ചെടുക്കുന്നറിയാമോ? അതിനകത്ത് നിരീശ്വരവാദം കുത്തിവെക്കും. നിരീശ്വരവാദം ശ്രദ്ധിച്ചോണം. സാത്താൻ ആദ്യം ലോകത്തെ മുഴുവൻ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിച്ചത് സോവിയറ്റ് റഷ്യ ആസ്ഥാനമാക്കിക്കൊണ്ട് കമ്മ്യൂണിസം എന്ന ഐഡിയോളജി കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കി. എന്താ ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ക്രിസ്ത്യാനിറ്റി വിഭാവന ചെയ്യുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട്, എത്ര വേദന അനുഭവിച്ച്, എത്ര ഭാരമനുസരിച്ച് അനുഭവിച്ച് ജീവിച്ചാലും ഭയപ്പെടേണ്ട, ഈ ലോകം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വർഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് അനന്തകോടി യുഗങ്ങൾ ദൈവത്തോടുകൂടി സന്തോഷമായി ജീവിക്കാം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അൾട്ടിമേറ്റ് ഓഫർ എന്ന് പറയുന്നത്. ഈ അൾട്ടിമേറ്റ് ഓഫറിന് വിരോധമായിട്ട് കമ്മ്യൂണിസം ഒരു ഓഫർ ചെയ്തു. എന്താണ് കമ്മ്യൂണിസം ഓഫർ ചെയ്തത്? അവർ പറഞ്ഞത് ഈ ക്രിസ്ത്യാനിറ്റി പറയുന്നത് സ്പിരിച്വൽ അതർ വേൾഡ്ലിനെസ് ആണ്. ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പട്ടിണി കിടക്കുക, നരകിക്കുക, കഷ്ടപ്പെടുക, വേദനിക്കുക, വല്ലവൻ്റെ അടികൊള്ളുക. എന്നിട്ട് മരിച്ചു കഴിയുമ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭയങ്കര തൈരും പഴവും പഞ്ചാരയും 3 പായസം കൂട്ടിയുള്ള ഊണ്. എന്തിനാണ് അതിന് പോകുന്നത്? ഞങ്ങളുടെ കൂടെ വാ, we can create a heaven on this earth. You don't have to wait until you die so that you can enjoy heaven. നിങ്ങൾ മരിക്കുന്നത് വരെ സ്വർഗം അനുഭവിക്കാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വർഗം പണിതു തരാം. ഈ ഭൂമിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം പണിതു തരാമെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഭൂമിയിൽ സ്വർഗം പണിതു തരേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റേണ്ട, ഈ ഭൂമിയിൽ സ്വർഗം പണിതു തരേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെതാണ്. കാര്യം ദൈവമാണ് സൃഷ്ടാവ്. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം വേണ്ട, ഞങ്ങൾ അതിനു പകരം സ്വർഗം പണിതു തരാം. No, we don't want God. We can create a heaven for you instead. എന്ന് പറയുന്നത് what God alone can do, we can do, so you don't need a God. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം, അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. ഇതാണ് അൾട്ടിമേറ്റ് ഫോളി, അൾട്ടിമേറ്റ് തെറ്റെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ. അപ്പൊ നോക്കിക്കേ, ആദ്യം ഇങ്ങനെ സാത്താൻ വരുന്നത് ഒരു രാജ്യത്തെയും അതിൻ്റെ മേധാവിത്വത്തെയും ഒരു തെറ്റായ ഫിലോസഫിയിൽ കൊണ്ടുവന്നിട്ട് ആ ഫിലോസഫിയിൽ കൂടെ മനുഷ്യൻ്റെ അകത്ത് ദൈവം വേണ്ട, ഞങ്ങൾ മതി എന്ന ധാരണ കൊണ്ടുവരിക. ദാറ്റ് വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ആ സ്റ്റെപ്പ് 50 കൊല്ലത്തോളം പിടിച്ചു നിന്നു. പക്ഷെങ്കിൽ ഒരു ചെറിയ വെരി സ്മോൾ പോർഷൻ ഓഫ് ദ വേൾഡ് അതേ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴോ അത് വിട്ടുപോയി. Then failed. And they have tried to get hold of this other part of men and they can't do it. And then having destroyed Christianity and created a blank, this God-shaped blank in the human soul. അത് ഓൾഡ് സെക്ഷനിലെ കമന്റ് അധികം പറയുന്നില്ല. ദൈവം സൃഷ്ടിച്ച ദൈവം വാർത്തെടുത്ത ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ നിഷേധിക്കുകയും ഇനിയും ആ ദൈവ നിഷേധത്തിൽ കൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ വാക്യം ഉണ്ടാക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. They must then fill it with something else because men are incurably religious. മനുഷ്യന് ദൈവം വേണമെന്നുള്ള ആഗ്രഹം അകത്ത് കിടക്കുന്നത് കൊണ്ട് ഞങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞ്, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ്
മനുഷ്യന്റെ അകത്ത് കയറുക. ഇറ്റ് ഈസ് ഇൻട്രീഗിങ് ദാറ്റ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് they have had to introduce secular ceremonies of christening and marriage and burial. നോക്കി, മനുഷ്യനാ ദൈവം വേണ്ട, ദേവനും വേണ്ട, ദൈവം വേണ്ട, ദൈവം വേണ്ട എന്നിങ്ങനെ പറഞ്ഞു നടക്കും. രസകരമായ ഒരു കമന്റ് ഉണ്ട്. എല്ലാ നിരീശ്വരവാദി പിള്ളേരും അറിയാതെ പ്രാർത്ഥിച്ചു പോകും. മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ആള് നിരീശ്വരവാദിയാ, പക്ഷെ മാത്തമാറ്റിക്സ് പേപ്പറിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പം അറിയാതെ പ്രാർത്ഥിച്ചു പോകും എന്നൊരു കമന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ശരിയാണ്. ഈ നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞ് അവസാനം ചാകാറാകുമ്പോഴത്തേക്കും എൻ്റെ പേടി, യോ എവിടെ കൊണ്ട് കുഴിച്ചിടും, ആര് കുഴിച്ചിടും, അപ്പോ അന്നാരും ഒരു പ്രാർത്ഥന ആര് പ്രാർത്ഥിക്കും, ഒരു ചൊല്ലാര് ചെല്ലും, ഒരു സെറിമണി ആര് നടത്തും. ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി പടിയിറങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം തടയുന്നതിന് വേണ്ടി ഈസ്റ്റേൺ യൂറോപ്യൻ ലീഡേഴ്സ് ചെയ്തെന്തെന്നറിയാമോ? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്, നമുക്ക് ശിശുപ്രതിഷ്ഠാ ശുശ്രൂഷ നടത്താം. രണ്ട്, നമുക്ക് ശവസംസ്കാര ശുശ്രൂഷ നടത്താം. മൂന്ന്, നമുക്ക് വിവാഹ ശുശ്രൂഷ നടത്താം. ഇത് മൂന്നും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്നുണ്ട്. അവരെന്തെന്നറിയാമോ? ഈ പള്ളിയിലെ സെറിമണിക്ക് തുല്യമായി കമ്മ്യൂണിസ്റ്റുകാരുടെ ചൊല്ലുണ്ടാക്കി. പള്ളിയിലെ ചൊല്ലുണ്ടല്ലോ, അതിന് തുല്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ചൊല്ലുണ്ടാക്കി. അപ്പം ദൈവം എന്നതിന് പകരം ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവച്ചു. ഇറ്റ് ഈസ് നോട്ട് ഗോഡ്, but it is a state that sustains you. നിന്നെ നിലനിർത്തുന്നത് ദൈവമല്ല, നിന്നെ നിലനിർത്തുന്നത് നിന്റെ ഗവൺമെന്റ് ആണ് എന്ന ഫീലിംഗ് മനുഷ്യനിൽ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് മജോറിറ്റി ഇംഗ്ലീഷുകാരൻ 99.9% ഇംഗ്ലീഷുകാർക്കും ദൈവത്തെ വേണ്ടാത്തത്? എന്തിനാ ദൈവം? കാരണം മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഇവിടെ ഉള്ളപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വേദന മാറണ്ട, ഹോസ്പിറ്റലിൽ പോയാൽ സാധിക്കും. പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കിട്ടേണ്ട, ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് വീട് കിട്ടേണ്ട, വീടില്ലാത്തതിന് വീട് കൊടുക്കാൻ പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഒരു സഹായം കിട്ടേണ്ട കാര്യം, വീട്ടിൽ വന്ന് നമ്മളെ കുളിപ്പിക്കാനും പല്ല് തേപ്പിക്കാനും വീട്ടിലൊക്കെ നമുക്ക് കഞ്ഞിയും കറിയും വെച്ച് തരാനും ഉള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നേടാനില്ല ഭൂമിയിൽ, കാരണം ഇതിനെല്ലാം ഗവൺമെന്റ് ഉണ്ട്. അങ്ങനാണെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ്? അപ്പൊ ദ സ്റ്റേറ്റ് ഹാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗോഡ്. ദൈവത്തിന് പകരം ഗവൺമെന്റുകളെ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പം അങ്ങനെയാണ് റിലിജിയൻ വേണ്ട, ദൈവവിശ്വാസം വേണ്ട. ആൻഡ് ഓൾമോസ്റ്റ് എവരി ഡിക്റ്റേറ്റർ ഹാസ് ഡൺ ദിസ്. ഭൂമിയെ ഭരിച്ച എല്ലാ ഡിക്റ്റേറ്റേഴ്സും ഇതാണ് ചെയ്തത്. ഇനി ഞാൻ ചരിത്രത്തിന്റെ വേറൊരു ഭാഗം പറയാം. പക്ഷേ നമ്മുടെ ജോർജ് പാസ്റ്റർക്ക് ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ പാസ്റ്ററെ. എന്നാലും പാസ്റ്റർ പ്രാർത്ഥിക്കുന്നില്ല നമ്മുടെ ക്ലാസ് പെട്ടെന്ന് നിർത്തുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു വലിയ ഉപകാരം പാസ്റ്റർ കൊണ്ട് കേട്ടോ. പാസ്റ്റർ നല്ലപോലെ മിക്കവാറും ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമല്ലോ, ദൈവമേ ദൈവദാസനോട് ഇടപെട്ട് സംസാരിക്കണം, അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഇല്ലേ അനീഷ് സാറേ? എന്ന് പറഞ്ഞാലും നമുക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റുമോ? കേട്ടോണേ, ഞാൻ ഈ പറയുന്നത് ഇപ്പം ഞാൻ അങ്ങോട്ട് ആ ടോപ്പിക്സിനോട് വരാൻ പോവാം. ഞാനാ ദൈവം. ഈ കാണുന്ന മുഴുവൻ എൻ്റെ മഹത്വം കൊണ്ട്, എൻ്റെ കൈയുടെ ബലം കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതാണ്. മനസ്സിലായോ? ഞാൻ എൻ്റെ പ്രതാപത്തിൽ സൃഷ്ടിച്ച മഹദിയാം ബാബിലോണല്ലോ ഇത്. നെബൂഖദ്നേസർ താനാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച ഒന്നത്തെ മനുഷ്യൻ. മിനിറ്റുകൾ കൊണ്ട് ദൈവം എൻ്റെ തലമണ്ട അടിച്ച് തകർത്ത് കളഞ്ഞു. ഇതിനർത്ഥം എന്താ? നീ അല്ലടാ, ഇതൊക്കെ ഞാനാ സൃഷ്ടിച്ചത്. ആ ബോധം നിനക്കുണ്ടാകുന്നത് വരെ നീ പുറത്തു പോക്കോളാൻ പറഞ്ഞു. ആ ബോധം നിനക്കുണ്ടാകുന്നവരെ നീ പോയി കാട്ടുകഴുതുകളോടുകൂടി കാട്ടുമൃഗങ്ങളോടുകൂടി പോയി കാട്ടിക്കിടന്നോളാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കേണ്ടത് പറഞ്ഞു. എന്ത്?
ആ ബോധം നിനക്ക് മേപ്പോട്ട് നോക്കിയാലേ ഉണ്ടാകത്തുള്ളൂ. താഴോട്ട് നോക്കി നീ വിചാരിക്കും ഇതെല്ലാം നിന്റെയാണെന്ന്. മനസ്സിലായോ? ഇത് നിന്റെ അല്ലെന്ന് തിരിച്ചറിയാനുള്ള ബോധം നിനക്കുണ്ടാകുന്ന അന്ന് നീ ഇങ്ങോട്ട് വന്നേച്ചാൽ മതി. നൗ ദ ക്വസ്റ്റ്യൻ, നെബൂഖദ്നേസറിന്റെ പിന്നിലെ സ്പിരിറ്റ് എന്തായിരുന്നു? നെബൂഖദ്നേസറിന്റെ പിന്നിലെ സ്പിരിറ്റിന്റെ പേരാണ് ദ സ്പിരിറ്റ് ഓഫ് ആന്റൈ ക്രൈസ്റ്റ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, സാത്താന്റെ ആത്മാവ്, പഴയ പാമ്പിന്റെ ആത്മാവ്, പിന്നെ ഡ്രാഗൻ, മഹാസർപ്പത്തിന്റെ ആത്മാവ്. ഇതായിരുന്നു ആരിൽ കയറിയത്? ആർക്കറിയത്? ഇതായിരുന്നു നെബൂഖദ്നേസറിൽ കയറിയത്. ഇനി അത് മുതൽ നോക്കിക്കോണേ, നെബൂഖദ്നേസർ മുതൽ ലാസ്റ്റിൽ ആന്റി ക്രൈസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന, ഒരുപക്ഷെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, ഇന്നും മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്ന ആളിൽ വരെ ഇയാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നിങ്ങളുടെ അറിവിന് വേണ്ടി അടുത്ത ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ അടുത്ത ക്ലാസ്സിൽ പറയാൻ അതൊക്കെ പറയുന്നത്? കർത്താവിന്റെ സ്നേഹത്തെപ്പറ്റി, ദയയെപ്പറ്റിയും, രോഗശാന്തിയെപ്പറ്റി, ഭൂതശാന്തിയെപ്പറ്റി, വിടുതലിനെ പറ്റിയും, അത്ഭുതങ്ങളെപ്പറ്റി, ദൈവത്തിന്റെ കരുതലുകളെ പറ്റിയും പൗസാറങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാ ഇവനെ പറ്റി പറയാൻ പോകുന്നു? അത് ആരുടെ ആഗ്രഹമാണ്? അവന്റെ ആഗ്രഹമാണ്. കാരണം എന്താ? അവൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പൊരുൾ തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നാരൊക്കെ സാത്താനാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒഴിവാക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ദൈവസഭയിൽ എങ്ങനെ പാസ്റ്റർ കയറുന്നത്? സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച് സഭയ്ക്കകത്ത് കയറി വരുമ്പം നമ്മൾ അയ്യോ എന്തോ ഒരു പ്രാർത്ഥനയാണ്, എന്തോ ഒരു പ്രവചനമാണ്, എന്തൊരു ദൂതാണ്, എന്തോ ഒരു വെളിപ്പാണ് പാസ്റ്റർ പറഞ്ഞ് അതുപോലെ എന്നോടുള്ള ദൂതായിരുന്നു എന്ന് പറയും. ഇപ്പം സാധാരണ തിരിച്ചറിയാൻ നമുക്കൊട്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത ഫ്രൈഡേയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ കാര്യം പൊരുൾതിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കണമായിട്ട്. നൗ ദ സ്ക്രീൻ ഈസ് ബാക്ക് ടു ദി ഹോസ്റ്റ്. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. തുടർന്ന് ഒരു ഹാഫ് ആൻ അവർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ ഞാനൊരു ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പാസ്റ്റർ പറഞ്ഞല്ലോ അന്തിക്രിസ്തുവിന്റെ ഒരു വെളിപ്പാട് കഴിഞ്ഞിട്ട് സഭ എടുക്കപ്പെടുകയുള്ളൂ എന്ന്. അതൊന്ന് അപ്പോൾ സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അന്തിക്രിസ്തുവിന്റെ വെളിപ്പാട് വരുമോ? എതിർ ക്രിസ്തുവിന്റെ രണ്ട് വെളിപ്പാടുണ്ട്. ഓക്കെ. ഒന്ന് ഫിസിക്കൽ അപ്പിയറൻസ്, രണ്ട് സ്പിരിച്വൽ അപ്പിയറൻസ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് രണ്ട് അപ്പിയറൻസ് ഉണ്ട്. ഒന്ന് സ്പിരിച്വലാ, നമ്മൾ മാത്രമേ ദൈവമക്കൾ മാത്രമേ കാണത്തുള്ളൂ, എടുക്കപ്പെടുന്നുള്ളൂ, വേറെ ആരും അറിയുന്നില്ല. ഇതുപോലെ എതിർ ക്രിസ്തുവിന് സമാനമായ ഒരു സ്പിരിച്വൽ അപ്പിയറൻസ് ഉണ്ട്. അത് എതിർ ക്രിസ്തുവിന് സമാനമായ സ്പിരിച്വൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവൃത്തികൾ മുഴുവനും, അവന്റെ ദുഷ്ടാത്മ പ്രവൃത്തികൾ മുഴുവനും അത് ആക്ടിവേറ്റായി റെഡിയായി വന്നു കഴിയും. ഇനി അതങ്ങോട്ട് ടേക്ക് ഓൺ ചെയ്യാൻ ഒറ്റ നിമിഷം മതി സഭ എടുക്കപ്പെടുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞു, അത് കഴിയുമ്പോൾ അവൻ വെളിപ്പെട്ടും കഴിഞ്ഞു. നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോഴാണ് ഒരു പെടലിൽ ചവിട്ടി താക്കുമ്പോൾ അടുത്ത പെടൽ മേലെ വന്നു കഴിഞ്ഞു. സഭ എടുക്കപ്പെടുകയും ഇവൻ എമർജ് ചെയ്യും ഒരുപോലെ വന്നു കഴിഞ്ഞു സെയിം ടൈമിൽ. പിന്നെ അവനെ ഫിസിക്കലായിട്ടാണ് കാണുന്നത്. പക്ഷെ ഫിസിക്കലായിട്ട് കാണുമ്പോഴും അവൻ ഉപായി ആയതുകൊണ്ട് ഇവൻ സാത്താനാണെന്നുള്ള കാര്യം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. അതിനുവേണ്ടി അവന്റെ തന്നെ വീൽ അവൻ മാറ്റണം. അത് 3.5 വർഷം കഴിയുമ്പോൾ മാറ്റുമ്പോൾ ലോകത്തിന് അവൻ സാത്താനാണെന്ന് മനസ്സിലാവും. ക്ലിയർ ഇനഫ്?
പക്ഷെ അന്നേരം നമ്മള് പിന്നെ ഈ ലോകത്തില് വിശ്വാസികൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഈ ഇവന്റെ ഒരു എഫക്റ്റ് കാണുകയാണോ, ഇവനെ വ്യക്തിയായിട്ട് കാണുമോ? ഇല്ല, വ്യക്തിയായിട്ട് കാണത്തില്ല. ഇഫക്റ്റ്, ഫുൾ ഇഫക്റ്റ്. ഓക്കെ ഫുൾ ഓക്കെ ഇഫക്റ്റ് വന്നു കഴിയും. ഫുൾ ഇഫക്റ്റ് വന്നു കഴിയും. ഓക്കെ പക്ഷെ ഓക്കെ ഇൻഡിവിജ്വൽ അപ്പിയറൻസ് നമ്മൾ പോയി കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ താങ്ക് യു. വെൽക്കം. എക്സ്ക്യൂസ് മീ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞ തെറ്റായ ധാരണകൾ എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞല്ലോ. അതിന്റെ ലോകം മുഴുവൻ ഭരിക്കുമെന്ന് പറയപ്പെടുന്ന തെറ്റായ ധാരണ. ഉം. അതിനുശേഷം പറഞ്ഞത് അതിന്റെ എത്ര കാര്യങ്ങളുണ്ട് എന്നുള്ളത് ക്ലിയർ ആയില്ല എനിക്ക്. ആ ചോദ്യം ഒന്നുകൂടെ പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞ എത്ര കാര്യങ്ങളുണ്ടെന്നുള്ളതെന്ന് പറയുമ്പോൾ ഏതിന്റെ എത്ര കാര്യങ്ങൾ? ഒന്നാമത്തെ പറഞ്ഞു ലോകം മുഴുവൻ ഭരിക്കുമെന്നത്. അതൊരു തെറ്റായ ധാരണയാണെന്ന് യെസ്. പറയപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം, ലോകം മുഴുവൻ ഭരിക്കുമെന്നുള്ളത് തെറ്റായ ധാരണയാണ്. കാരണം അതെ, ആന്റിക്രൈസ്റ്റിന്റെ ഭരണം ആരംഭിക്കത്ത് തന്നെ 10 രാജ്യങ്ങൾ അവനെതിരായിട്ട് റിബല്യൻ ഉണ്ടാക്കും. അവനെതിരായിട്ട് 10 രാജ്യങ്ങളിൽ നിന്ന് റിബല്യൻ ഉണ്ടായി വരും. അതിൻ്റെ അർത്ഥം എന്തുവാ? മുഴുവനും അവന്റെ അധികാരത്തിന് കീഴിലല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വേൾഡ് ഗവൺമെന്റ് നിലവിൽ വരും. ലോകം മുഴുവൻ ഒരു ഗവൺമെന്റ് ആകും. ലോകം മുഴുവൻ ഒരു ഗവൺമെന്റ് ആകുന്നെങ്കിൽ ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതും അതിനെ അങ്ങനെ ഊതി പെരുപ്പിച്ച് കാണിക്കുന്ന. ലോകം മുഴുവനും ഒരു ഗവൺമെന്റ് കീഴിൽ വരത്തില്ല. ലോകം മുഴുവൻ ഒരു ഗവൺമെന്റിൽ വരുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായപാലനം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഭരണമാണ്. അല്ലാതെ ഒരാൾക്കും ഈ ലോകം മുഴുവനും ഒറ്റ ഗവൺമെന്റായിട്ട് കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം സാത്താന്റെ ഭരണത്തിൽ നിന്ന്, അതേ ഭരണത്തിൽ നിന്ന്, ഭരണത്തിന് കീഴിലായ ആളുകൾ തന്നെ 1000 ആണ്ട് വാഴ്ചകാലം നമ്മുടെ കർത്താവിനോടുകൂടി കാണും. സാത്താന് സ്വാധീനമുള്ള മേഖല ഞാൻ പറഞ്ഞല്ലോ, അതാണ് അവന്റെ നേരെ ഭരണത്തിൽ വരുന്നത്. അവിടെ അവൻ എന്തോ ചെയ്യുന്നത്? അതിഭയങ്കരമായ ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് മനുഷ്യനങ്ങ് മുട്ടിക്കുക. 2/3 ഓഫ് ദ പോപ്പുലേഷനാണ് ഇസ്രായേൽ നശിക്കാൻ പോകുന്നത്. 2/3 ഓഫ് ദ പോപ്പുലേഷൻ ഇസ്രായേൽ തന്നെ. എതിർന്ന് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും സംഹരിച്ചു കളയുക. അങ്ങനെ ലോകത്തിലെ മുഴുവൻ മനുഷ്യനെയും സംഹരിക്കാൻ അവന്റെ കൈ കൊടുക്കത്തില്ല. കാരണം എതിർക്രിസ്തു ലോകത്തിൽ ഭരിക്കുമ്പോൾ, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ ആൻറ്റി ഇരിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആകും, മനസ്സിലായിക്കോണേ. ഇപ്പോ ലോകത്തിൽ സുവിശേഷ പ്രവർത്തനം നടക്കുന്നില്ലേ? ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ലേ? ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും അന്ന് സുവിശേഷ പ്രസംഗവും രക്ഷാപ്രസംഗവും എന്നറിയാമോ? ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും. അത് കേട്ടോ, പിന്നെ അന്നേരം രക്ഷിക്കപ്പെട്ടാൽ മതിയല്ലോ, പിന്നെ രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെങ്ങാനും ചിന്തിച്ചു പോയെന്നുണ്ടെങ്കിൽ സംഗതി പോക്കാണ്. അപ്പം അന്നും ആളുകളെ നരകത്തിൽ പോകാൻ രക്ഷിക്കുന്നതിന് ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനമുണ്ട്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദേ ആർ ഗോയിങ് ടു ബി ദ ബ്രൈഡ് ഓഫ് ദ ലാംബ് ഓഫ് ഗോഡ്. അവർ കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന് ഇപ്പോഴുള്ള ഓഫർ കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനാണെങ്കിൽ ഒന്നാമത് നോക്കണേ, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് മുദ്ര കുട്ടപ്പെട്ട 1,44,000 പേര്, 1, 2. ഈ ഭൂമിയിൽ നിന്ന് മുദ്ര കുത്തി ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട 1,44,000 പേര്. 3, രട്ടുടുത്ത് പ്രവചിക്കുന്ന 2 പ്രവാചകന്മാര്. 4, സ്വർഗത്തിൽ നിന്ന് ദൂതൻ നേരിട്ട് സുവിശേഷം പറയുന്നത്. ഇത്രയും സംഭവങ്ങൾ എന്തിനാ മഹോദരകാലത്ത് നടക്കുന്നത്? മഹോദരകാലത്ത് ഇത്രയും കാര്യങ്ങൾ സംഭവം നടക്കുന്നത് എന്തിനാണ്? ദാറ്റ് മീൻസ് സാത്താന്റെ ഫുൾ കൺട്രോളിൽ മുഴുവൻ ലോകത്തെ ദൈവം ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയാണ് ചോദിക്കും,
ഈ ഒരു റീജിയനെ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? ആ റീജിയനെ വിട്ടുകൊടുക്കാൻ കാരണം അത് യഹൂദന്റെ മേധാവിത്വമുള്ള റീജിയനാണ്, പ്രത്യേകിച്ച് ഇസ്രായേൽ രാജ്യം. അവരെ സംബന്ധിച്ചോളം അവർ മുഴുവൻ മശിഹായിലേക്ക് തിരിയണം. അതായത് 2 പ്രവചനങ്ങളുടെ നിവർത്തീകരണം, അല്ല, ഒരു പ്രവചനത്തിന്റെ 2 നിവർത്തീകരണം. ഒന്ന് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ജാതി ഒരുമിച്ച് പ്രസവിക്കുമോ? ദാറ്റ് മീൻസ് വിൽ എ നേഷൻ കം ഇൻ ടു എക്സിസ്റ്റൻസ് വൺ ഡേ? ഒറ്റ ദിവസം കൊണ്ട് രാജ്യം ഉണ്ടാകും? മറുപടി ഉണ്ടാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് പാർഷ്യൽ ലിറ്ററൽ ഫുൾഫിൽമെന്റും അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റും അൾട്ടിമേറ്റ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റും കേട്ടോണം. അൾട്ടിമേറ്റ് ലിറ്ററൽ ഫുൾഫിൽമെന്റ് 1948 മെയ് 14, 1948 മെയ് മാസം 14 UN ഡിക്ലെയർ ചെയ്തു ഇസ്രയേൽ എന്ന രാജ്യം നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അന്ന് മുതൽ സ്കൂൾ അറ്റ്ലസിൽ ഇസ്രയേൽ വന്നു. അതുപോലെ വേൾഡ് മാപ്പിൽ ഇച്ചിരി ഒരു കോണിക്ക് എഴുതിയിട്ട് ഇസ്രയേൽ എന്ന് എഴുതിയിട്ടു. ഒറ്റ ദിവസം കൊണ്ട് നിലവിൽ വന്നു. ഇനിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അക്ഷരികമായ പ്രത്യക്ഷതയിൽ മുഴുവൻ ഇസ്രയേലും മശിഹായിലേക്ക് തിരിയുന്ന സ്പിരിച്വൽ ബർത്ത് ആ ഒറ്റ ദിവസം കൊണ്ട് വരും. അപ്പം അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബിഫോർ എവറി ബർത്ത് ദർ ഈസ് ദ ബർത്ത് പാങ്സ്, അല്ലേ? പ്രസവത്തിന് മുമ്പ് എന്തുണ്ട്? പ്രസവ വേദനയുണ്ട്. ആ ജനം വേദനിക്കുക, വേദനിച്ചല്ലാതെ അവർ ദൈവത്തെങ്കിലേക്ക് തിരിയത്തില്ല. അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ അകത്ത് കയറിയിരിക്കുന്ന ചില ദുഷ്ടതകൾ മര്യാദയില്ലാത്ത അടി കൊടുത്തെങ്കിലേ അവർ വിടത്തുള്ളൂ. ചെറിയ അടിക്കൊന്നും സമ്മതിക്കത്തില്ല. ഒരു രക്ഷയില്ലാത്ത അടി അടിച്ചല്ല ദൈവത്തിന് അവരെ തിരിക്കാൻ ഒക്കത്തില്ല. അതാണ് അവരുടെ ഹിസ്റ്ററി. സ്തോത്രം. ആദ്യം നമ്മുടെ വിൽസൺ കടവിൽ പാസ്റ്റർ ചോദിച്ച കാര്യത്തിന്റെ അത് നമുക്ക് റഫറൻസ് ലഭിക്കുന്നത് 2 തെസ്സലോനിക്കർ 7-8 വാക്യങ്ങളല്ലേ? സ്പിരിച്വൽ അപ്പിയറൻസും ലിറ്ററൽ അപ്പിയറൻസും. ഓക്കെ, അത് 1 2 തെസ്സലോനിക്കരാണ്. 1 ഫസ്റ്റ് പ്രത്യക്ഷതയും 2 സെക്കൻഡ് പ്രത്യക്ഷതയും എന്നുള്ള ഓർത്തോണം എപ്പോഴും. കാര്യം തെസ്സലോനിക്ക ലേഖനത്തില് പറഞ്ഞിരിക്കുന്ന അത്രയും വ്യക്തതയോടുകൂടി, പ്രിസിഷനോടുകൂടി, കേട്ടോ, ഈ ആക്രസിയോടുകൂടി വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പാസ്റ്റ് ധൈര്യമായിട്ട് കാച്ചിക്കൂ, ഗംഭീരമായിട്ട് ക്ലാസ് എടുക്കും. വെൽക്കം. ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ? ചോദിച്ചാട്ടോ. ഈ മഹോപദ്രവ കാലത്ത് കർത്താവിന്റെ വരവിന് ശേഷമാണല്ലോ മഹോപദ്രവ കാലം എന്ന് പറഞ്ഞത്. അതെ. അപ്പം ആ കർത്താവ് സഭയെ എടുത്തു കഴിഞ്ഞാൽ ശേഷമുള്ള ആളുകളുണ്ടല്ലോ, ഇപ്പൊ ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണെന്നൊക്കെ പറയുന്ന ആളുകള്. അപ്പം അങ്ങനെ എടുക്കപ്പെടാത്ത ആളുകള് ഈ മഹോപദ്രവ കാലത്ത് ഈ യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാ പ്രവർത്തനമാണല്ലോ ഉള്ളത്. അന്നേരം ഈ ബാക്കിയുള്ള ജാതികളായ നമ്മള്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര്, ആ സമയത്ത് ഒരു രക്ഷയുണ്ടോ അവർക്ക്? രക്ഷ എന്ന വേർഡിന് ഒത്തിരി അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഉണ്ട്. ഇപ്പോൾ രക്ഷയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ഇല്ല. ഇപ്പോൾ നമ്മൾ രക്ഷയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ അതില്ല. 2, അപ്പോൾ ഒരു രക്ഷയുണ്ട്. ഒന്നാമത്തെ രക്ഷ, അവര് തങ്ങൾ കൈവിടപ്പെട്ടു പോയി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർ ദൈവത്തോട് കരയുമ്പം ആ കരച്ചിലിന് ദൈവം കരുണയൊന്നും കാണിക്കത്തില്ല. പക്ഷെങ്കിൽ അവർ എതിർ ക്രിസ്തുവാണ് ഈ ഭരിക്കുന്ന മനസ്സിലാക്കി എതിർ ക്രിസ്തുവിന്റെ
നിയമങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ അവരെ കൊന്നുകളയും, അവർ രക്തസാക്ഷികളായി തീരും. അപ്പൊ രക്തസാക്ഷികളായി തീർക്കുന്നവർക്ക് കർത്താവിൻ്റെ ഈ സിംഹാസനത്തിന് അപ്പുറത്തൊരു ആലയമുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ അവർക്കൊരു വിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ലേ പാസ്റ്ററെ? കാർപ്പറ്റിൽ ഇരുന്ന് അവർ കരഞ്ഞോളം പറയും. സിംഹാസനം ഒന്നും ഇരിക്കത്തില്ല കേട്ടോ, ആ കാർപ്പറ്റിൽ ഇരുന്ന് കരയുകയാണ്. അപ്പൊ അവർക്ക് അവിടെ പോയാലും കരച്ചിലേ ഉള്ളൂ, അവർക്ക് അവിടെ പോയാലും കരച്ചിലേ ഉള്ളൂ. അവർക്ക് ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന ഇന്ന് ഓഫറിലുള്ള പൊസിഷനിലേക്ക് അവരൊരിക്കലും ഉയർത്തപ്പെടത്തില്ല. 2, അവർ രക്തസാക്ഷികളാകാൻ അവസരം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇഷ്ടംപോലെ നാച്ചുറൽ കലാമിറ്റീസ്, ലോകം ഒരിക്കലും കണ്ടില്ലാത്ത പോലെ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുക. അവൻ്റെ മണ്ടയ്ക്ക് തെങ്ങ് വീണാലോ, മാവിൻ്റെ കൊമ്പടിഞ്ഞ് വീണാലോ, കയ്യാലിടിഞ്ഞ് വീണാലോ, പാമ്പ് കടിച്ചാലും ഒന്നും വേണ്ട, കാട്ടുപുറങ്ങൾ ഇഷ്ടംപോലെ സൗകര്യവികാരമാണ്. മനസ്സിലായി? അവന് ആന കുത്തിയാലോ, ഇപ്പൊ കഷ്ടകാലത്ത് ആന കുത്തിയാലും മതി ചാകാനെന്ന് അവർ പറഞ്ഞില്ലേ പാസ്റ്ററെ? കഷ്ടകാലത്ത് ആന കുത്തിയാലും മതി ചാകാനെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നരകത്തിൽ പോയി അടങ്ങത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, വലിയ പാടാണ്. അതുകൊണ്ട് ആൻറ്റി ഏതായാലും അതിനുവേണ്ടി പ്രതീക്ഷിക്കണ്ട. ഏതായാലും അങ്ങോട്ട് നോക്കുകയും വേണ്ട, കാഹളത്തിൽ ഇങ്ങനെ എടുക്കപ്പെട്ടാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു സർ. നോ പ്രോബ്ലം, യു ആർ വെൽക്കം. പക്ഷെ പാസ്റ്റർ പറഞ്ഞപ്പം ഈ മഹോദരകാലത്ത് പിന്നെ പ്രസംഗിക്കുന്ന 4 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് ദൂതന്മാര്, 2 സാക്ഷികള്, വേറെ 2 കൂട്ടരാരൊക്കെയാ? ഒന്ന് ഇസ്രയേലിൽ നിന്ന് മുദ്ര വെച്ച് മാറ്റപ്പെട്ട 1,44,000 പേര്. ഓക്കെ, ഓരോ ഗോത്രങ്ങളെ പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത് ജാതികളിൽ നിന്നും ഇതുപോലെ മുദ്ര വെച്ച് വേർതിരിക്കുന്ന 1,44,000 പേരുണ്ട്. ഓക്കെ. 2 കൂട്ടർ. അവരാരായിരിക്കും? എന്തോ? അവര് ഏത് ഗ്രൂപ്പ് ആൾക്കാരാ? അങ്ങനെ അയ്യോ, അവരേതായാലും മാറാനാഥ പെന്തക്കോസ്ത് ഒരെണ്ണം കാണത്തില്ല അതിനകത്ത്. കാണത്തില്ല. ഓക്കെ, ഇല്ലില്ല. അവരിപ്പൊ പോയി, ഇല്ലെങ്കിൽ തീർന്നു. ഓക്കെ. മാസ്റ്റർ, അത് നമുക്കതിനെപ്പറ്റി അസ്യൂം ചെയ്യാവുന്നേ ഉള്ളൂ, സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അവരാണ് യഹൂദന്മാരെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടല്ലോ. അത് പിന്നെ ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെള്ളസിംഹാസനമല്ല, ഈ തേജസ്സിന്റെ സിംഹാസനത്തെ വിളിച്ചു കൂട്ടുമല്ലോ, അവരാണ്. അവര് ക്രിസ്ത്യാനികളായിരിക്കണം എന്നില്ല. ഓക്കെ, ഓക്കെ. അവർ സകല ജാതികളിൽ നിന്നുള്ളവരാണ്. അതിന് ചിലപ്പോൾ വെട്ടുപഴിച്ച് 1-2 ക്രിസ്ത്യാനികളും പെട്ടേക്കാം, സാധ്യത കുറവാണ്, ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിക്ക് ദൈവം അന്നേരം ഒരു ചാൻസ് കൊടുക്കത്തില്ല. കാര്യം അവന് ഇഷ്ടം പോലെ ചാൻസ് കൊടുത്തില്ലേ ഇപ്പം? ഇല്ലേ? ഇപ്പം മര്യാദയ്ക്ക് ബൈബിൾ ക്ലാസ്സിൽ വരാത്തവരൊക്കെ എന്തിനാ അന്നേരം കയറി പോന്നെ? അങ്ങനെ പോകണ്ട. ഓക്കെ, മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സിന്ധ്യ കുറിപ്പിട്ട ആന്റിയാണ്. ആന്റി അന്ന് ചോദിക്കത്തില്ല. ആന്റി ഞാൻ ഡൽഹി ചെല്ലുമ്പോൾ ചോദിക്കാം, ഇല്ലേ ആന്റി? അതുകൊണ്ട് ആന്റി ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ചോദിച്ചാട്ടെ. സാർ, നമ്മൾ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വർഗരാജ്യത്തിൽ പോകും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാതെ. എല്ലാവരും മരിക്കാൻ സമയമാകുമ്പോൾ ചിലർ വാർദ്ധക്യത്തിൽ പോയി സ്നാനപ്പെടുമല്ലോ. എന്തോ? ചിലർ ഈ മരിക്കാൻ സമയമാകുമ്പോൾ പോയി സ്നാനപ്പെടുമല്ലോ, സ്വർഗരാജ്യത്ത് പോണ ചിലർ മരിക്കാൻ സമയമാകുമ്പോൾ വാർദ്ധക്യത്തിൽ പോയി സ്നാനപ്പെടുമല്ലോ. അങ്ങനെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് സ്വർഗത്ത് പോവോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാതെ? അത് വളരെ കോൺട്രവേഴ്സ്യലായ ഒരു ചോദ്യമാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആര് സ്നാനപ്പെട്ടാലും അവർ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗമായിട്ടല്ല സ്നാനത്തെ കാണേണ്ടത്.
സ്വർഗത്തിൽ പോകാനുള്ള ഷോർട്ട് കട്ടല്ല സ്നാനം. 80 വയസ്സ് വരെ അടിച്ചു പൊളിച്ച് കള്ളും കുടിച്ച് നടന്നിട്ട് ഡോക്ടർ പറഞ്ഞിടാ നിനക്ക് ക്യാൻസർ നീ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സ്വർഗത്തിൽ പോകുന്നത് പെട്ടെന്നൊരു ഉപദേശം കണ്ടുപിടിച്ച് സ്നാനപ്പെടും. മനസ്സിലായി? സ്നാനപ്പെടുന്നുള്ള സ്വർഗത്തിൽ പോകാനുള്ള ഷോർട്ട് കട്ടല്ല. സ്നാനപ്പെടുന്നുള്ള ക്രിസ്തുയേശുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. ആ 83-ാമത്തെ വയസ്സിലും പെട്ടത് ശരിയായ പെർപ്പസ് ആണെങ്കിൽ നമുക്കത് അറിയത്തില്ല അയാളുടെ ഉള്ളിലെ അയാളുടെ ഉദ്ദേശം എന്തുവായിരുന്നു. അപ്പം നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. പോകുമെന്നും പറയാൻ പറ്റത്തില്ല, പോകത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് അയാളുടെ പേർപ്പസ് എന്തായിരുന്നു നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, ഈ എളുപ്പവഴികൾ നടക്കത്തില്ല. അവൻ ഒരു പ്രാവശ്യം ഒരാളിനോട് ചോദിച്ചു, സാറേ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ സ്നാനപ്പെട്ടാ പോകത്തില്ലല്ലോ. നീ സ്നാനപ്പെട്ടാ പോകുന്നെന്താ ഉറപ്പ്? ഇതല്ലേ നിന്റെ സ്വഭാവം, ഇതില്ലേ മനോഭാവം, എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. ഓക്കെ, റൈറ്റ് പാസ്റ്റർ, നമുക്ക് ഇന്നത്തെ നമ്മുടെ കട പൂട്ടാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ നെക്സ്റ്റ് വീക്ക് നമുക്ക് പാസ്റ്ററുടെ സൂം റെഡി ആകുമോ അറിയത്തില്ല. ഞാൻ വിൽ ട്രൈ. ഞാൻ തോമസ് ഉറീസിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. എനിക്ക് പ്രോബ്ലം ഇങ്ങനെ അങ്ങ് പോട്ടെ പാസ്റ്റർ, ഇങ്ങനെ അങ്ങ് പോട്ടെ. ശരി, സോ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.